നമുക്ക് വചനത്തിലേക്ക് നോക്കുന്നതിന് മുമ്പായിട്ട് ഒരു വാക്ക് കർത്താവിലേക്ക് തന്നെ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുത്തെ നിറഞ്ഞ സന്നിധത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഒരു നാളെ കർത്താവെ, ഞങ്ങള് എല്ലാവരും അവിടുത്തെ ന്യായസ്ഥത്തിന് മുമ്പാകെ കർത്താവെ, ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ കർത്താവെ അവിടുത്തെ മുമ്പാകെ ഞങ്ങളെ നിൽക്കേണ്ടതായിട്ടുണ്ടല്ലോ. അവിടുത്തെ ആ സ്നേഹമുള്ള കണ്ണുകള് അന്ന് ഞങ്ങളെ നോക്കുമ്പോൾ കർത്താവെ, ഇന്ന് ഞങ്ങള് കേൾക്കുന്ന ഓരോ വചനങ്ങളും എല്ലാം കർത്താവെ അന്ന് ഞാൻ സംസാരിച്ച വചനങ്ങൾ നിങ്ങളെ ന്യായം വിധിക്കുമെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ കർത്താവെ. ഈ വചനത്തിന്റെ കണ്ണാടി കർത്താവെ, ആ കണ്ണാടിയില് അവിടുത്തെ തേജസ്സിനെ കാണുവാനും ഞങ്ങളുടെ ഒന്നുമില്ലായ്മയെ കാണുവാനും ഞങ്ങളെ അധികമായിട്ട് സഹായിക്കണമേ കർത്താവെ. കൂടുതൽ ഗൗരവത്തോടെ, കൂടുതൽ താഴ്മയോടെ, കൂടുതൽ നുറുക്കത്തോടെ അവിടുത്തെ മുമ്പാകെ കൂടുതൽ സമർപ്പണത്തോടെ ആയിരിക്കും ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. അങ്ങേ തന്നെ അവിടുത്തെ തേജസ്സിനെ കാണുവാന് കർത്താവെ, അങ്ങേ പോലെ തന്നെ അങ്ങ് നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ ഞങ്ങളെ തന്നെ നിർമ്മലീകരിക്കുവാൻ തക്കവണ്ണം ആ ശരിയാവണ്ണം വിധിക്കുവാന് കർത്താവെ അങ്ങനെ വിധിക്കപ്പെടാതിരിക്കുവാൻ അന്ന് കർത്താവെ അങ്ങനെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണം, അവിടുത്തെ വചനത്താൽ ഞങ്ങളെ നിറയ്ക്കണം കർത്താവെ. തുടർന്നുള്ള സമയം അവിടുത്തെ വചനത്തിന് മുമ്പാകെ ഞങ്ങളായിരിക്കുമ്പോൾ അവിടുത്തെ ശബ്ദം കേൾക്കുവാനും മനസ്സാന്തരപ്പെടുവാനും കർത്താവെ, അധിക ആഴത്തിൽ അങ്ങേ വിശ്വസിക്കുവാനും കർത്താവെ, അധിക ആഴത്തിൽ അങ്ങേക്കായിട്ട് ഞങ്ങളെ തന്നെ കേൾപ്പിച്ച് സമർപ്പിക്കുവാനും ഒക്കെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ തന്നെ കർത്താവെ അവിടുത്തെ രക്തത്താലും അവിടുത്തെ വചനത്താലും ഒക്കെ കഴുകി വെടിപ്പാക്കുവാൻ തക്കവണ്ണം അവിടത്തേക്ക് തേജസ്സുള്ള കാന്തിയായിട്ട് കർത്താവെ മുൻനിർത്തപ്പെടുവാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് തന്നെ ഞങ്ങളിലൂടെ ഒരു പ്രവൃത്തി ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പുനഃനാമത്തെ മുഹൂർത്തപ്പെടുത്തിയായിട്ട് എല്ലാ യേശു കർത്താവിന്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ ആമീൻ. ആമീൻ. നമ്മള് വെളിപാട് പുസ്തകം 19 അധ്യായത്തിന്റെ 7 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു നിർത്തിയത്. വെളിപാട് പുസ്തകം 19 അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വരെ നമ്മൾ കണ്ടു. നമുക്കറിയാം, അവിടെ ബാബിലോണിന്റെ ന്യായവിധിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ബാബിലോണ് മഹാവേശിയായ ബാബിലോൺ യേശുവിന്റെ കാന്തയാണെന്ന് പറഞ്ഞ് എന്നാ ലോകത്തിന്റെ പിന്നാലെ പോയ ലോകമാകുന്ന ജാരന്റെ പിന്നാലെ പോയി യേശുവിനോട് വിവാഹ നിശ്ചയം ചെയ്തു എന്ന് ക്ലെയിം ചെയ്തുകൊണ്ട് യേശുവിന്റെ പേരും എടുത്തുകൊണ്ട് ലോകത്തിന്റെ പിന്നാലെ എന്ന് പറയുമ്പോൾ മനുഷ്യമാനം, ജഡിക സുഖങ്ങള്, പണത്തിന്റെ പ്രതാപം, അതിന്റെ എല്ലാം പിന്നാലെ പോയ ഒരു വ്യാജ മതമായിട്ടുള്ള ആ ഒരു വ്യവസ്ഥിതി, ആ ബാബിലോണിന്റെ ന്യായവിധി, നിത്യമായിട്ടുള്ള ആ ന്യായവിധി അവളുടെ പുക എന്നേക്കും, അതായത് വെളിപാട് 19 3-ാമത്തെ വാക്യത്തിലൊക്കെ അവർ പിന്നെ ഹല്ലേലൂയ അവളുടെ പുക എന്നേക്കും പൊങ്ങുന്നു, എന്നേക്കുമായിട്ടുള്ള ആ ന്യായവിധിയെ കുറിച്ചൊക്കെ ഹല്ലേലൂയ സ്വർഗത്തിലുള്ളവരെല്ലാം ദൈവത്തിന്റെ നാമത്തെ ദുഷിച്ച കർത്താവിന്റെ നാമത്തെ എടുത്ത് ലോകത്തിന് പിന്നാലെ പോയ ആ കാപട്യത്തിന്റെ എതിരായിട്ടുള്ള ആ വലിയ ന്യായവിധിയൊക്കെ കണ്ട് സ്വർഗീയ മനസ്സുള്ളവരെല്ലാം സന്തോഷിക്കുന്നതും ഹല്ലേലൂയ പറയുന്നതും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതും, അങ്ങനെ 3 ഹല്ലേലൂയ ബാബിലോണിന്റെ വീഴ്ചയെ കുറിച്ചുള്ള ഹല്ലേലൂയ എന്നുള്ള കാര്യം നമ്മൾ 19-ന്റെ 1-ാമത്തെയും 3-ാമത്തെയും 4-ാമത്തെയും വാക്യത്തിലൊക്കെ 3 ഹല്ലേലൂയ കണ്ടു. പിന്നെ 6-ാമത്തെ വാക്യത്തിലുള്ള വെളിപാട് 19-6 ഹല്ലേലൂയ, അത് രാജത്വം കർത്താവ് ഏറ്റിരിക്കുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ വായിക്കുന്നു. അതുപോലെ തന്നെ കുഞ്ഞാടിന്റെ കല്യാണം വന്നു, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അപ്പൊ ആ കാന്ത തന്നെ ഒരുക്കുന്നതിന്റെ പല ആസ്പെക്ട്സ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശദമായിട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുമായിരുന്നു. ദൈവത്തിന്റെ വെളിച്ചത്തിന് മുമ്പാകെ ജീവിക്കേണ്ടതും നമ്മളിലേക്ക് തന്നെ നോക്കി നിരാശപ്പെട്ട കാര്യം ഇല്ല ഒരിക്കലും. നമ്മൾ തന്നെ ഞാൻ ഒരുങ്ങിയില്ലല്ലോ, നമ്മളിലേക്ക് തന്നെ നോക്കിയാൽ നമ്മൾ ഒരിക്കലും ഇല്ലല്ലോ എന്ന് പറയുന്നത് നമ്മൾ നിരാശയോ അല്ലെങ്കിൽ അതൊരു ഡിസ്കറേജ്മെന്റോ കോണ്ടംനേഷനോ അല്ലെങ്കിൽ ഒരു കുറ്റബോധത്തിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള ആ ഒരു ആത്മപരിശോധന, ഒരു സെൽഫ് ഇൻട്രോസ്പെക്ഷൻ, അത് ദൈവികമായിട്ടുള്ളൊരു കാര്യമല്ല. എന്നാൽ പാപബോധമുണ്ട്, കുറ്റബോധമുണ്ട്. പാപബോധം എന്ന് പറയുന്നത് കൺവിക്ഷൻ ഓഫ് സിൻ ആണെങ്കിൽ, കുറ്റബോധം പറഞ്ഞാൽ കോണ്ടംനേഷൻ. പാപബോധം ഒരു സ്വർഗീയമായ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണെങ്കിൽ, കുറ്റബോധം എന്ന് പറഞ്ഞാൽ പിശാചിന്റെ ഒരു തമിഴിൽ ആഗ്നേയ തീർപ്പ് എന്നൊക്കെ അവർ പറയും. അതായത് ഒരു കുറ്റബോധം, കോണ്ടംനേഷൻ. നീ ഒന്നിനും കൊള്ളത്തില്ല, അയ്യോ നീ ഒരുങ്ങിയിട്ടില്ല, നീ കാന്തയൊന്നും ആവാൻ പോകുന്നില്ല, അല്ലെങ്കിൽ നിന്റെ ജീവിതം ഇപ്പോഴും ശരിയായിട്ടില്ല, നീ അങ്ങനെയാണെന്ന് പറഞ്ഞ് നമ്മളെ തന്നെ ഒരു നിരാശയിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അതൊരു കുറ്റബോധത്തിന്റെ ആത്മാവാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ കാണുകയും എന്നാൽ കർത്താവ് വീണ്ടും എന്നെ സ്നേഹിക്കുന്നല്ലോ, ഇത്രയും കുറവുകളുള്ള കർത്താവ് എന്നെ സ്നേഹിക്കുന്നുവല്ലോ, കർത്താവിന് എന്നെ കുറിച്ച് പ്രതീക്ഷയുണ്ടല്ലോ എന്നുള്ള ആ ഒരു പാപത്തെക്കുറിച്ചുള്ളൊരു ആ ഒരു പാപബോധത്തോടെ, അത് പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും
പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്നൊക്കെ യോഹന്നാൻ 16 അധ്യായത്തിന്റെ 8, 9, 10 വാക്യങ്ങളിലേക്ക് നമ്മളത് വായിക്കുന്നുണ്ടല്ലോ. അപ്പം പരിശുദ്ധാത്മാവ് നമുക്ക് പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തും. പരിശുദ്ധാത്മാവിനെ യഥാർത്ഥത്തിൽ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്താനൊക്കെ ഉള്ളൂ. നമ്മളെ നമുക്കായിട്ട് അത് അതിനെക്കുറിച്ചൊരു പാപത്തിന്റെ സീരിയസ്നെസ് പരിശുദ്ധാത്മാവിന് മാത്രമേ നമുക്ക് ബോധ്യപ്പെടുത്തുവാൻ കഴിയുള്ളൂ. അപ്പൊ അത് കണ്ട് നമ്മൾ ദൈവഭാഗ്യം മാനസാന്തരപ്പെടുന്ന, ദൈവത്തോട് കൂടുതൽ അടുത്ത് ചേർന്ന് വരുന്ന, കൂടുതൽ നുറുക്കത്തോടെ, കൂടുതൽ താഴ്മയോടെ കർത്താവിനോട് അടുത്ത് ചേർന്ന് വരുന്ന അതാണ് കുഞ്ഞാടിന്റെ കാന്തയുടെ ഒരുക്കം. അവള് തന്നെ ഒരുക്കിയിരിക്കുന്നു പറയുമ്പോൾ അവള് സ്വയമായിട്ട് എന്തോ സെൽഫ് എഫർട്സ് എന്നുള്ള ഒരു സ്വയത്തിലുള്ള അവളുടെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നല്ലതല്ല, മറിച്ച് അവൾ പരിശുദ്ധാത്മാവ് എല്ലാവരെയും ഒരുക്കാനായിട്ട് പരിശുദ്ധാത്മാവ് ഏറ്റവും റെഡി ആയിട്ട് നിൽക്കുവാണ്. പക്ഷെ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നവരെ മാത്രമേ പരിശുദ്ധാത്മാവിനെ ഒരുക്കാൻ സാധിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവ് എന്ന ബ്യൂട്ടീഷ്യൻ ഏറ്റവും റെഡി ആയിട്ട് നിൽക്കുവാണ് ആരെ ഒരുക്കണം എന്ന് പറഞ്ഞു. എന്നാൽ തങ്ങളെ തന്നെ അതിനായിട്ട് ദൈവത്തിന്റെ പ്രവൃത്തിക്കായിട്ട് കർത്താവിന്റെ വചനത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നവരെ മാത്രമേ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിനെ ഒരുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം തങ്ങളെ തന്നെ അതുപോലെ ഏൽപ്പിച്ചു കൊടുത്തവർ, അതാണ് തന്നെ ഒരുക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവര് ദൈവത്തിന്റെ പ്രവൃത്തിയോട് ഏറ്റവും സംവേദനക്ഷമതയുള്ളവരായിട്ട്, സെൻസിറ്റീവായിട്ട്, അതായത് എന്തെങ്കിലും മനസാക്ഷിയിൽ നമുക്കൊരു പാപബോധമോ എന്തെങ്കിലും നിരപ്പ് പ്രാപിക്കേണ്ട കാര്യമോ ക്ഷമിക്കേണ്ട കാര്യമോ ക്ഷമ ചോദിക്കേണ്ട കാര്യമോ മുമ്പാകെ അത് ഏറ്റുപറയേണ്ട കാര്യമോ ഉപേക്ഷിക്കേണ്ട കാര്യമോ ഒക്കെ ഉണ്ടെങ്കിലും പരിശുദ്ധാത്മ നമുക്ക് ബോധ്യപ്പെടുത്തുമ്പോൾ തന്നെ ആദ്യഫലം എന്നവണ്ണം ആ ഒരു പ്രോംപ്റ്റിങ്ങിനനുസരിച്ച് നമ്മെ തന്നെ താഴ്ത്താനും, അവിടെ എൻ്റെ ചിന്ത, എൻ്റെ മനോഭാവം, അവിടെ എൻ്റെ വാക്ക്, എൻ്റെ പ്രവൃത്തി, എൻ്റെ ആ ഒരു മുഖഭാവം, അതിലൊക്കെ കർത്താവേ അവിടുത്തെ തേജസ് വേണ്ടവണ്ണം അവിടെ പ്രതിഫലിച്ചില്ലല്ലോ, കർത്താവേ എന്നെ തന്നെ താഴ്ത്തുന്നു, കർത്താവെ എന്നെ സഹായിക്കണമേ എന്നുള്ള ഒരു നിലവിളിയോടെ അങ്ങനെ തന്നെ യേശുവിന്റെ വെളിച്ചത്തിന് മുമ്പാകെ തന്നെ താഴ്ത്തി കൂടുതൽ ഓരോ ദിവസവും അകത്ത മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു എന്നാണ് 2 കൊരിന്ത്യർ 4:16 പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. പുറത്തെ മനുഷ്യനും ക്ഷയിച്ചു പോകുന്നു. 2 കൊരിന്ത്യർ 4:16 അകത്ത മനുഷ്യനാണ് നമ്മളുടെ ആത്മാവ് പരിശുദ്ധാത്മാവിന്റെ നിറവ് അധികമായിട്ട് ലഭിക്കും തോറും, യേശുവിന്റെ തേജസ് പരിശുദ്ധാത്മാവിലൂടെ നമ്മൾക്ക് അധികമായിട്ട് ലഭിക്കും തോറും നാൾക്ക് നാൾ പുതുക്കം പ്രാപിച്ചു വരുന്നു, നാൾക്ക് നാള് ബ്യൂട്ടിഫൈഡ് ആയിട്ട് കൊണ്ടേയിരിക്കുന്നു, കാന്ത ഒരുങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ആ ഒരു കാര്യത്തിന് അതിനെ ഒരുക്കിയിരിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വായിച്ചിട്ട് 8ാമത്തെ വാക്യം ഇനി നമുക്ക് അടുത്ത വായിക്കാനുള്ള. ഇപ്പം അന്തിമ വിജയം പുസ്തകത്തിലെ ആ കറസ്പോണ്ടിങ് പോർഷൻ സാക്വനം ബ്രദറിന്റെ അന്തിമ വിജയം പുസ്തകത്തില് 8ാമത്തെ വെളിപാട് 19:8 അതിന്റെ ആ പോർഷൻ ജഗ് ബ്രദർ വായിക്കുമ്പോൾ അജി ബ്രദർ അത് ഡിസ്പ്ലേ ചെയ്യുമല്ലോ ബ്രദറെ. വാക്യം 8: അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികൾ തന്നെ. കൃപ ലഭിച്ചിരിക്കുന്നു എന്ന പ്രയോഗം അത് ദൈവത്തിന്റെ ദാനമാണെന്ന് വ്യക്തമാക്കുന്നു. നമ്മെ തന്നെ ശുദ്ധീകരിക്കാനുള്ള കഴിവും ആഗ്രഹം പോലും ദൈവത്തിന്റെ ദാനമാണെന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു. ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും നമ്മിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. ഈ കാര്യത്തിൽ നമുക്ക് യാതൊരു പുകഴ്ച എടുക്കാനോ മറ്റു വിശ്വാസികളെ അഹങ്കാരത്തോടെ വീക്ഷിക്കുവാനോ സാധ്യമല്ല. ദൈവഭക്തനായ മനുഷ്യൻ തന്നിൽ കണ്ടെത്തുന്ന എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അതിന് എല്ലാ മഹത്വവും ദൈവത്തിന് കൊടുക്കുന്ന താഴ്മ ഉള്ള മനുഷ്യനായിരിക്കണം. തന്റെ ജഡത്തിൽ ഒരു നന്മയും വസിക്കുന്നില്ലെന്ന് അവന് ബോധ്യമുണ്ട്. ഈ വസ്ത്രം ദാനമാണെങ്കിൽ എല്ലാവർക്കും അത് ലഭിക്കാത്തത് എന്താണ്? കാരണം തന്റെ ദാനം സ്വീകരിപ്പാൻ ദൈവം ഒരുവന്റെ മേലും സമ്മർദ്ദം ചെലുത്തുന്നില്ല. തന്റെ വചനത്തോട് പ്രേരിക്കുന്നവർക്ക് മാത്രമേ അവിടുത്തെ ദാനം സ്വീകരിപ്പാൻ കഴിയൂ. ഇവിടെ കാണുന്ന വിശേഷ വസ്ത്രം ക്രിസ്തുവിന്റെ നീതിയല്ല, വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികളാണ്. നാം വീണ്ടും ജനിക്കുമ്പോൾ തന്നെ ക്രിസ്തുവിന്റെ നീതി നമ്മുടെ മേൽ കണക്കിടുന്നു എന്നത് ശരിയാണ്. റോമർ 4:22 മുതൽ 24 വരെ, 1 കൊരിന്ത്യർ 1:30. അതേസമയം നമ്മുടെ ഉള്ളിൽ ന്യായപ്രമാണത്തിന്റെ നീതി അപ്പോൾ തീർച്ചയായും നിവർത്തിക്കേണ്ടത് ഉണ്ട് എന്നും പറഞ്ഞിരിക്കുന്നു.
റോമർ 8:4. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാന്തയുടെ വിശേഷ വസ്ത്രം. വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികൾ, ഈ കാര്യം വെളിപ്പാട് 19:8 ഒരാൾക്കും അതിനെ നേരെ അന്ധനായിരിക്കാൻ കഴിയാതെ വണ്ണം വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവളുടെ നീതിപ്രവൃത്തികളാണ് അവളുടെ വിശേഷ വസ്ത്രം. തന്നെത്താൻ ശുദ്ധീകരിക്കുകയും നിർമ്മലീകരിക്കുകയും ചെയ്യണമെന്ന് കർത്താവിന്റെ കൽപ്പന ഗൗരവപൂർവം എടുത്തുകൊണ്ടാണ് അവൾക്ക് നീതി ലഭിച്ചത്. ഭയത്തോടും വിറയലോടും കൂടെ തന്റെ രക്ഷ അവൾ പ്രവർത്തിച്ചെടുത്തു. അതാണ് ഫിലിപ്പിയർ 2:13 പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഓരോ തവണ അവൾ രക്ഷ പ്രവർത്തിച്ചെടുക്കുമ്പോഴും തന്റെ വിവാഹ വസ്ത്രത്തിന് അവൾ ഓരോ ഇഴയിടുകയാണ്. വർഷങ്ങൾ കൊണ്ട് അവൾ വസ്ത്രം മുഴുവൻ നെയ്ത് കഴിയും. യേശുവിന്റെ രക്തം എന്നെ ശുദ്ധീകരിച്ചു, എനിക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് കാര്യങ്ങളെ ലഘുവായി എടുക്കുന്ന ക്രിസ്ത്യാനികളുടെ കാര്യമോ? അത്തരക്കാരോടാണ് കർത്താവ് പറയുന്നത്, ഞാൻ കള്ളനെ പോലെ വരും, തന്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. വെളിപ്പാട് 16:15. ഒരു വധു തന്റെ വിവാഹത്തിന് വേണ്ടി വസ്ത്രമില്ലാതെ വരുന്നത് വിവാഹത്തിന് വേണ്ട വസ്ത്രമില്ലാതെ വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കർത്താവ് തന്റെ ജനത്തിന് മുന്നറിയിപ്പ് നൽകുന്നത് നഗ്നരായി കാണാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുൻ എന്നാണ്. വിവാഹ നാളിൽ ഒരു വസ്ത്രമില്ല എങ്കിൽ അവർ നഗ്നരായിരിക്കും. സ്വന്തമായ നീതി പ്രവൃത്തികളാണ് വസ്ത്രം. ബാബിലോണിന്റെ വഞ്ചന, അധർമ്മത്തിന്റെ മർമ്മം പല ക്രിസ്ത്യാനികളുടെ മേലെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ബാബിലോണിന്റെ വശീകരണ മന്ത്രം ഇതാണ്: ഭാരപ്പെടേണ്ട, ക്രിസ്തുവിന്റെ നീതിയാൽ നിങ്ങൾ ഉടുപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇനി നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്നത് പ്രശ്നമല്ല. പ്രവൃത്തി കൂടാത്ത വിശ്വാസം ചത്തതാണെന്ന് യാക്കോബ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത്തരം മുന്നറിയിപ്പുകൾ ഗൗരവമായി എടുക്കുന്നതിൽ നിന്ന് ബാബിലോൺ വിശ്വാസികളെ തടയുന്നു. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ കറപുരണ്ട തുണി പോലെയുള്ള നമ്മുടെ നീതി പ്രവൃത്തികളും യെശയ്യാവ് 64:6 നാം ദൈനംദിന ജീവിതത്തിൽ ക്രിസ്തുവിന്റെ കാൽപ്പാടുകളിലൂടെ ക്രൂശെടുത്ത് നടക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമ്മിൽ ചെയ്തെടുക്കുന്ന നീതിയും തമ്മിൽ ഒരു വ്യത്യാസവും ഉണ്ട്. രണ്ടാമത് പറഞ്ഞതാണ് കാന്തയുടെ വിവാഹവസ്ത്രം. നാം ആദ്യം കർത്താവിന്റെ സന്നിധിയിൽ വരുമ്പോൾ നമ്മുടെ നീതിപ്രവൃത്തികളായ കറപുരണ്ട തുണികളും കൂടുതൽ അഴുക്കായ പാപത്തിന്റെ കീഴ്പറഞ്ഞ തുണിക്കഷ്ണങ്ങളും ആയിരുന്നു നമ്മുടെ വസ്ത്രം. എന്നാൽ നാം വീണ്ടും ജനിച്ചപ്പോൾ ദൈവം ക്രിസ്തുവിന്റെ നീതി നമ്മുടെ മേൽ ചുമത്തി നമ്മെ നീതീകരിച്ചു. റോമർ 3:24-4:5. തുടർന്ന് അവിടുന്ന് അവിടുന്ന് തന്റെ പ്രമാണങ്ങളെ നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും എഴുതി. എബ്രായർ 8:10. നീതിയുടെ പ്രമാണം നമ്മുടെ ഹൃദയങ്ങളിൽ നിവൃത്തിയാക്കി. റോമർ 8:4. ഇതിന്റെ ഫലമായി നീതി ക്രമേണ നമ്മുടെ പുറമേയുള്ള ഉടയാടയായി നമ്മുടെ പുറമേയുള്ള സ്വഭാവം ക്രിസ്തുവിനോട് അനുരൂപപ്പെടുവാൻ തുടങ്ങി. കാന്തയുടെ വേഷം ശുദ്ധവും ശുദ്ധവുമായ വിശേഷ വസ്ത്രം ആണ്. ഇവരുടെ ലാളിത്യവും വേശ്യയുടെ കടിച്ചുവപ്പായ പകിട്ടാവുന്ന വസ്ത്രങ്ങളും സ്വർണ്ണാഭരണ വിഭൂഷണങ്ങളും
തമ്മിൽ എത്ര വ്യത്യാസം, എത്ര വലിയ വ്യത്യാസം. കാന്തയുടെ സങ്കീർത്തനത്തിൽ, അതായത് 45-ാം സങ്കീർത്തനം, മണവാളിനെ കുറിച്ച്, നമ്മുടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു, ദുഷ്ടതയെ ദ്വേഷിക്കുന്നു എന്നാണ്. വാക്യം 7. കാന്തയെ കുറിച്ച് രാജകുമാരി അന്തരംഗത്തിൽ ശോഭാപരിപൂർണയാകുന്നു, 45-13 ഇംഗ്ലീഷ് ബൈബിളിൽ എന്ന് പറഞ്ഞിരിക്കുന്നു. അവൾക്ക് സൗമ്യതയും സാവധാനതയും ഉള്ള മനസ്സുണ്ട്, 1 പത്രോസ് 3:4. ഈ ആന്തരിക വസ്ത്രവുമായിട്ടാണ് അവളെ രാജസന്നിധിയിൽ കൊണ്ടുവരുന്നത്, സങ്കീർത്തനം 45:14. ഇത് വെളിപ്പാട് 19:8 നിറവേറുന്നു. നമ്മള് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം നമ്മളിപ്പം വായിച്ച് കേൾക്കുകയും അതിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ കേൾക്കുകയും ചെയ്തു. എത്ര വിശദമായിട്ട് ഉള്ള ഒരു എക്സ്പ്ലനേഷൻ നമ്മള് അന്തിമവിജയം പുസ്തകത്തിൽ നമ്മളത് കണ്ടു. എത്ര സിമ്പിളായിട്ട് കാര്യങ്ങൾ നമ്മളവിടെ വായിച്ചു കേട്ടു. വെളിപാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തില്, അപ്പൊ 7-ാമത്തെ വാക്യത്തിന്റെ അവസാനം അവന്റെ കാന്തിയും തന്നെ ഒരുക്കിയിരിക്കുന്നു. 8-ാമത്തെ വാക്യം, അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിക്കുവാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ വായിച്ച്. അവളുടെ വസ്ത്രം ശുദ്ധമായിട്ടുള്ള വസ്ത്രമാണ്, ശുഭ്രമായിട്ടുള്ള വസ്ത്രമാണ്. ശുദ്ധം എന്നുള്ള ആ ഒരു വാക്ക്, ഇറ്റ് വാസ് ഗിവൻ ടു ഹെർ ടു ക്ലോത്ത് ഹെർസെൽഫ് ഇൻ ഫൈൻ ലിനൻ ബ്രൈറ്റ് ആൻഡ് ക്ലീൻ. ബ്രൈറ്റ് ആൻഡ് ക്ലീൻ എന്ന് പറയുമ്പോൾ അവിടെ കതറോസ് എന്ന് പറഞ്ഞൊരു പദവും ലാംബ്രോസ് എന്ന് പറഞ്ഞൊരു പദവും ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. കതറോസ് എന്ന് പറയുന്ന ആ പദം, അത് നമ്മളത് വേറൊരിടത്ത് എവിടെ കാണുന്നതെന്ന് ചോദിച്ചാൽ, യോഹന്നാൻ 15:3 ഞാൻ സംസാരിച്ച വചനങ്ങൾ നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നുവെന്ന് യോഹന്നാൻ 15-ാം അധ്യായത്തില് നമ്മളത് വായിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം വാക്യപ്രതിവാക്യമായിട്ടൊക്കെ വാക്യപ്രതിവാക്യമായിട്ടൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ നമ്മളത് കണ്ടായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 15:3 യു ആർ ഓൾറെഡി ക്ലീൻ ബിക്കോസ് ഓഫ് ദ വേർഡ് വിച്ച് ഐ ഹാവ് സ്പോക്കൺ ടു യു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. ആ ശുദ്ധിയുള്ളവർ എന്നുള്ള വാക്ക് കതറോസ് എന്ന് പറഞ്ഞൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ കതറോസ് എന്നുള്ള വാക്ക് ക്ലീൻ, പ്യോർ, പ്യൂരിഫൈഡ് ബൈ ഫയർ, ലൈക്ക് എ വൈൻ ക്ലെൻസ്ഡ് ബൈ പ്രൂണിങ് ആൻഡ് സോ ഫിറ്റഡ് ടു ബെയർ ഫ്രൂട്ട് എന്ന് പറഞ്ഞാല് അവിടെ മുന്തിരിച്ചെടിയുടെ ഉപമയൊക്കെ പറഞ്ഞിട്ടാ കർത്താവ്, മുന്തിരിച്ചെടിയുടെ ഉപമ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് കർത്താവ്, ഞാൻ സംസാരിക്കുന്ന വചനം നിമിത്തം, ആ വചനമാകുന്ന കത്തി നിമിത്തം, വചനമാകുന്ന കത്തി കൊണ്ട് നമ്മളെ പ്രൂൺ ചെയ്ത് കർത്താവ് നമ്മളെ പ്രൂൺ ചെയ്ത് ക്ലീൻ ആക്കി. അപ്പം ഈ ഒരു ചെടിയൊക്കെ പ്രൂൺ ചെയ്ത് ക്ലീൻ ആക്കി, അങ്ങനെ ഒരു അർത്ഥം ഉള്ള ഒരു വാക്കായി കതറോസ് എന്ന് പറഞ്ഞാല്. അപ്പൊ അങ്ങനെ ആവുമ്പോൾ വീണ്ടും അധികം ഫലം കായ്ക്കുവാൻ തക്കവണ്ണം ആ ഒരു ഒരുക്കപ്പെട്ട ഒരു അവസ്ഥയിൽ, അതാ like a wine cleansed by pruning and so fitted to bear fruit. അങ്ങനെ ഒരു അർത്ഥതലമുള്ള ഒരു വാക്കാണ് ഈ കതറോസ് എന്നുള്ള വാക്ക്. അവിടെ അത് കർത്താവ് യൂദാസ് പോയി കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള 11 ശിഷ്യന്മാരോട് കർത്താവ് ആ വാക്കുകൾ പറയുന്നേ. അങ്ങനെ കർത്താവിന്റെ വാക്കുകൾ കേട്ട്, കർത്താവിന്റെ വാക്കുകൾക്ക്, കർത്താവിന്റെ വചനങ്ങൾക്ക് അതുപോലെ വിധേയപ്പെടുത്തി കൊടുത്തവരാണ് ഫൈനലി അവസാനം കാന്തയായിട്ട് വെളിപ്പെടുന്നത് എന്നുള്ള കാര്യം. അവളുടെ വസ്ത്രം അതുപോലെ ക്ലീൻ ആയിട്ടുള്ള, അതായത് ദൈവവചനത്താൽ അതുപോലെ പ്രൂണ്ടായിട്ട് അവള് അതുപോലെ ഒരു കറയും ചുളുക്കമൊന്നും ഇല്ലാതെ എന്നുള്ള പദപ്രയോഗമൊക്കെ നമ്മളത് എഫീസർ 5-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ചുളുക്കം അത് പഴമയെ കുറിക്കുന്ന കാര്യമാണ്. വയസ്സ് ചെല്ലുമ്പോൾ നമ്മുടെ മുഖമൊക്കെ ചുളുങ്ങുന്നത്, സ്കിന്നൊക്കെ തോലൊക്കെ ചുളുങ്ങുന്നത്. അപ്പം ചുളുക്കം ആ പഴമ, സ്റ്റീൽനെസ്, ആ ഒരു ഫ്രഷ്നെസ് ഇല്ലായ്മയെ സൂചിപ്പിക്കുന്ന കാര്യമാണെങ്കിൽ, കറ എന്ന് പറയുന്നത് പാപക്കറ, നമ്മളുടെ മനസാക്ഷിയെ അശുദ്ധമാക്കുന്ന പല കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു പഴക്കവും പാപക്കറകളും ഒക്കെ നമ്മളെ പരിശുദ്ധാത്മാവ് അതെല്ലാം ക്ലീൻ ചെയ്ത് നമുക്ക് ധരിക്കുവാനായിട്ട് തരുന്ന ആ ഒരു വസ്ത്രം, ആ വസ്ത്രം അത് ശുദ്ധമായിട്ടുള്ള ഒരു വസ്ത്രമാണ്. ഇതുപോലെ കതറോസ് ആയിട്ടുള്ള ശുഭ്രമായിട്ടുള്ളത്, വളരെ ബ്രൈറ്റ് ആൻഡ് ക്ലീൻ, അതാ നമ്മള് ഫൈൻ ലിനൻ ബ്രൈറ്റ് ആൻഡ് ക്ലീൻ എന്നുള്ള കാര്യം വായിക്കുന്നത്.
അത് വളരെ ശുഭ്രമായിട്ടുള്ള വളരെ തേജസ് നിറഞ്ഞൊരു വസ്ത്രം, കർത്താവിന്റെ ആ തേജസ് ഉള്ളവളായിട്ട് കാന്ത് ഇറങ്ങി വരുന്നതായിട്ടൊക്കെ നമ്മൾ ഇതേ വെളിപാട് പുസ്തകം 21-10 11 ഇംഗ്ലീഷിൽ 11 വാക്യത്തില ഹാവിംഗ് ദ ഗ്ലോറി ഓഫ് ഗോഡ് ജെറുസലേം കമ്മിങ് ഡൗൺ ഔട്ട് ഓഫ് ഹെവൻ ഫ്രം ഗോഡ് ഹാവിംഗ് ദ ഗ്ലോറി ഓഫ് ഗോഡ് 10-11 കൂടെ ചേർത്ത് വായിക്കുമ്പോൾ മലയാളത്തിൽ അത് 10ാമത്തെ വാക്യത്തിൽ തന്നെ ദൈവസന്നിധിയിൽ നിന്ന് തന്നെ വിശുദ്ധനഗരം യെരുശലേം എന്ന വിശുദ്ധനഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ് ഉള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. അപ്പൊ ആ ഒരു ദൈവ തേജസ്സോടെ ഇറങ്ങി വരുന്ന ആ ഒരു വിശുദ്ധ നഗരമായിട്ടുള്ള കാന്തയായിട്ടുള്ള കർത്താവിന്റെ മണവാട്ടി, ആ ഒരു കാര്യം നമ്മളവിടെ കാണുന്നത്. അത് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം, അത് ഇറ്റ് വാസ് ഗിവൻ ടു ഹെർ ടു ക്ലോത്ത് ഹെർസെൽഫ് ഇൻ ഫൈൻ ലിനൻ ബ്രൈറ്റ് ആൻഡ് ക്ലീൻ. അതാ വിശേഷ വസ്ത്രം ധരിക്കുവാൻ കൃപ ലഭിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഇറ്റ് വാസ് ഗിവൻ ടു ഹെർ. ദിദിമൈ എന്നുള്ളൊരു പദവ, അതായത് കൃപ ലഭിച്ചിരിക്കുന്നത് നമ്മൾ കാരസ് എന്ന് പറയുന്ന ആ ഒരു കൃപ എന്നുള്ള വാക്കല്ല യഥാർത്ഥത്തിൽ അവിടെ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അവൾക്ക് അത് ഗ്രാൻഡ് ചെയ്തിരിക്കുന്നു, അവൾക്ക് അത് കൊടുത്തിരിക്കുന്നു. ഇറ്റ് വാസ് ഗിവൻ ടു ഹെർ എന്നുള്ളൊരു കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ ദാനമാണ്. അപ്പോ പിന്നെ എല്ലാവർക്കും അതെന്താ കിട്ടാത്തത്? അതിനോട് പ്രതികരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രോംപ്റ്റിങ്സിനോട്, പരിശുദ്ധാത്മാവിന്റെ പ്രേരണകളോട് പ്രതികരിക്കുന്നവർക്കാണ് ആ ഒരു വിശേഷ വസ്ത്രം കിട്ടുന്നത്. അതാ കൃപ ധരിക്കുവാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം അത് വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ. നമ്മളുടെ സ്വയനീതിയിലുള്ള പ്രവൃത്തികളുണ്ട്, അത് കർത്താവിലേക്ക് വരുന്നതിന് മുമ്പായിട്ടാണെങ്കിലും കർത്താവിലേക്ക് വന്നതിന് ശേഷമാണെങ്കിലും നമ്മളുടെ സ്വയത്തിൽ നിന്ന്, സ്വയം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഹിതം അല്ലെങ്കിൽ സെൽഫ് വിൽ അല്ലെങ്കിൽ നമ്മുടെ ജഡം, അതിൽ നിന്ന് ഉയരുന്ന പ്രവൃത്തികൾ, അത് എത്ര മാനുഷികമായിട്ട് വളരെ വളരെ നല്ല പ്രവൃത്തികളായിട്ട് തോന്നിയാൽ പോലും അതെല്ലാം അത് അതായത് ചിലര് പറഞ്ഞേക്കാം, അതായത് കർത്താവിലുള്ള വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുമ്പുള്ളതെല്ലാം കറപുരണ്ട തുണികള്, കർത്താവിന്റെ വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം നമ്മളിനിയിപ്പം എന്ത് നന്മ ചെയ്താലും അതെല്ലാം അങ്ങ് അത് ക്രിസ്തു മണവാട്ടി വസ്ത്രമായി തീരും. എന്നാൽ അത് നമ്മൾ വചനത്തിന്റെ അടുത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ നമ്മൾ കാണുന്നില്ല. കർത്താവിൽ നിന്നും തുടങ്ങി കർത്താവിലൂടെ കർത്താവിലേക്കാണ് എല്ലാം ആയിരിക്കുന്നത്, നിത്യതയിൽ നിലനിൽക്കുന്നതെല്ലാം അങ്ങനെയാണെന്നുള്ള കാര്യം നമ്മൾ റോമർ 11:36 വായിക്കുന്നത്. അപ്പം നമ്മളുടെ മാനുഷിക നീതിയോടെ നമ്മളൊരു മാനുഷിക സഹതാപത്തോടെ നമ്മൾ മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു തെറ്റായ ഉദ്ദേശങ്ങളോടെ നമ്മൾ പുറമേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. എന്നാൽ നമ്മളുടെ ഉള്ളത്തിൽ അത് മനുഷ്യമാനത്തിന് വേണ്ടിയോ പണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ മതിപ്പുളവാക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഒരു മനസാക്ഷിപൂർത്തി മാറ്റാൻ വേണ്ടിയോ ഒക്കെ നമുക്ക് പല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ മറ്റ് മനുഷ്യമാനം കിട്ടാൻ വേണ്ടി ഞാൻ ഇത്രയൊക്കെ ഇന്നത് ചെയ്തിരിക്കുന്നു, അത് ചെയ്തിരിക്കുന്നു, ഇത് ചെയ്തിരിക്കുന്നു. അപ്പൊ ആ അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം കറപുരണ്ട തുണികളാണ്. നമ്മളുടെ അത് സ്വയത്തിൽ നിന്ന് വരുന്ന നീതി പ്രവൃത്തികൾ. നമുക്ക് ആ ബാക്കി എല്ലാവർക്കും പരിചയമുണ്ട്. നമ്മൾ പലപ്പോഴും സുവിശേഷം പറയുമ്പം നമ്മളെ ക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്തവരോട് കർത്താവിന്റെ രക്ഷയിലേക്ക് വരണം എന്നുള്ളൊരു കാര്യം പറയുമ്പം സൽപ്രവൃത്തികളൊന്നും രക്ഷയ്ക്ക് ഉതകുന്നില്ല, അതെല്ലാം കറപുരണ്ട തുണികൾ പോലെയാണെന്നുള്ളൊരു കാര്യം നമ്മൾ അവരെ ചൂണ്ടിക്കാണിക്കാനായിട്ട് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഇവിടെ യെശയ്യാവ് 64 അധ്യായത്തില് അതിന്റെ 6ാമത്തെ വാക്യമാണ്. യെശയ്യാവ് 64:6 ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്: ഞങ്ങൾ എല്ലാവരും അശുദ്ധനെ പോലെ ആയിത്തീർന്നു, ഞങ്ങളുടെ നീതി പ്രവൃത്തികളൊക്കെയും കറപുരണ്ട തുണി പോലെ, ഞങ്ങൾ എല്ലാവരും ഇല പോലെ വാടിപ്പോകുന്നു, ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ കാറ്റുപോലെ പറപ്പിച്ചു കളയുന്നു. ഓൾ അവർ റൈറ്റ്സസ് ഡീഡ്സ്. നമുക്ക് ദൈവത്തിന്റെ വിശുദ്ധിയുടെ മുമ്പാകെ നമ്മളുടേതായിട്ടുള്ള വലിയ വലിയ നമ്മൾ അത് ചെയ്തു ഇത് ചെയ്തു വലിയ കാര്യങ്ങൾ ചെയ്തു. എന്നാൽ നമ്മുടെ സ്വയത്തിൽ നിന്ന് തുടങ്ങി സ്വയത്തിന്റെ ശക്തിയാല് സ്വയമഹത്വത്തിനായിട്ട് ചെയ്യുന്നതെല്ലാം ബാബിലോണിന്റെ കാര്യങ്ങളാണ്. നമ്മള് ദാനിയേൽ 4:30 നെബൂഖദ്നേസർ ബാബിലോണിനെ നോക്കി, മഹതിയാം ബാബിലോൺ, ഞാൻ എന്റെ പ്രതാപ മഹത്വത്തിനായിട്ട് ഞാൻ തന്നെ എനിക്കായിട്ട് എന്റെ ശക്തിയാൽ പണിത ബാബിലോൺ എന്നൊക്കെ പറയുമ്പോൾ അവിടെ മനുഷ്യനിൽ നിന്ന് തുടങ്ങി മനുഷ്യന്റെ ശക്തിയാൽ മനുഷ്യനിലേക്ക് പോകുന്ന കാര്യങ്ങൾ, അത് ബാബിലോണിയായിട്ടുള്ള, അത് മരം പുല്ല് വൈക്കോല് എന്നുള്ള ഒരു കാറ്റഗറി പെടുന്ന കാര്യമാണെന്ന് 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന് 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തില് നമ്മള് കർത്താവിന്റെ സ്നേഹത്താൽ, പരിശുദ്ധാത്മാവാണ് കർത്താവിന്റെ സ്നേഹം നമ്മളിൽ നിറയ്ക്കുന്നത്. നമ്മളെ ഓരോ സാഹചര്യങ്ങളിലും നമ്മൾ കർത്താവിലേക്ക് വരുമ്പോൾ തന്നെ കർത്താവ് നമുക്കൊരു നീതിയെങ്കിൽ തരുന്ന കാര്യം നമ്മളിപ്പോ അത് നമ്മൾ അന്തിമവിജയം പുസ്തകത്തിൽ അത് വായിക്കുന്നുണ്ട്. എന്നാൽ ആ നീതിയെങ്കിൽ അല്ല മണവാട്ടി വസ്ത്രം എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ കാണുന്നുണ്ട്. നീതിയെങ്കിൽ രക്ഷിക്കപ്പെടുന്ന എല്ലാ വിശ്വാസികൾക്കും കർത്താവ് നീതിയാകുന്നു. നമ്മളത് 1 കൊരിന്ത്യർ 1:30 ക്രിസ്തു നിങ്ങളുടെ നീതിയാകുന്നു, നമ്മളുടെ
നീതി മാത്രമല്ല നമ്മുടെ ജ്ഞാനവും വീണ്ടെടുപ്പും എല്ലാം ആകുന്നു എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യത്തില് നമ്മൾ എന്താ വായിക്കുന്നേ? 1 കൊരിന്ത്യർ 1:30 നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. അപ്പൊ കർത്താവ് നമുക്ക് നീതിയായി തീർന്നു. കർത്താവാണ് നീ എൻ നീതി നീ എന്നൊക്കെ നമ്മൾ ആ പാട്ടില് പൂർണ്ണനായ നിൽപ്പു, നീ എൻ നീതി, ഹി ഈസ് റൈച്ചസ്നെസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാട്ടുകളൊക്കെ പാടാറുണ്ട്. കർത്താവാണ് നമ്മുടെ നീതി. നമ്മുടെ സ്വന്തം നീതിയിൽ നമുക്ക് ദൈവമുമ്പാകെ നിൽക്കാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ കർത്താവിന്റെ ആ നീതി അങ്കിയായിട്ട് നമ്മളെ അങ്ങ് പുതപ്പിക്കുന്നു. നീതി എന്ന അങ്കി അവനെ ധരിപ്പിച്ചിരിക്കുന്നു. റോബ് ഓഫ് റൈച്ചസ്നെസ് കൊണ്ട് അവൻ ആ റോബ് ഓഫ് റൈച്ചസ്നെസ്സിനെ ധരിപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ നമ്മൾ യെശയ്യാവ് 61-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മളവിടെ വായിക്കുന്നുണ്ട്. റോബ് ഓഫ് റൈച്ചസ്നെസ് എന്നുള്ളൊരു പദം തന്നെ നമ്മളവിടെ കാണുന്നുണ്ട്. നീതി എന്ന അങ്കി എന്ന് നമ്മൾ മലയാളത്തിലും കാണുന്നുണ്ട്. യെശയ്യാവ് 61:10. അത് രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ അവിടെ ഗാർമെന്റ് ഓഫ് സാൽവേഷൻ നീതി അങ്കി എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അവർ രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ നമുക്കൊരു നീതി അങ്കി, കർത്താവ് നമ്മളെ നീതീകരിച്ചിരിക്കുന്നു. യേശുവിന്റെ നീതി നമുക്കായിട്ട് കണക്കിടപ്പെട്ടിരിക്കുന്നു. നമ്മളത് റോമർ 4-ാം അധ്യായത്തിലെയും വാക്യങ്ങളൊക്കെ നമ്മളിപ്പോൾ അന്തിമവിജയ പുസ്തകത്തിൽ ഇപ്പൊ നമ്മളത് കോട്ട് ചെയ്ത് വായിച്ചായിരുന്നു. റോമർ 4-ാം അധ്യായത്തിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ, അതായത് ഈ കർത്താവ് നമുക്ക് തരുന്ന ആ ഒരു വിശ്വസിക്കുമ്പോൾ, വിശ്വാസികളായിട്ട് നമ്മൾ വീണ്ടും ജന്മം പ്രാപിക്കുമ്പോൾ ദൈവം നമുക്ക് തരുന്നൊരു നീതിയങ്കി ഉണ്ട്. അത് ഇല്ലെന്ന് നമ്മളാരും പറയുന്നില്ല, തീർച്ചയായിട്ടും അതുണ്ട്. അതുണ്ടെങ്കിലേ ദൈവമുമ്പാകെ നമുക്ക് ഒരു നിൽപ്പ് പോലും ഉള്ളൂ. എന്നാ അതുകൊണ്ട് നമ്മള് ഇനിയിപ്പോ എന്ത് വേണമെങ്കിലും ചെയ്തു, എങ്ങനെ വേണമെങ്കിലും ജീവിച്ചു, അത് കർത്താവിന്റെ വരവെങ്കിൽ അതൊരു മണവാട്ടി വസ്ത്രമായിട്ട് മാറിത്തീരും എന്നുള്ളൊരു വ്യാമോഹം, അതാണ് ബാബിലോണിയൻ ഒരു പഠിപ്പിക്കലായിട്ട് നമ്മള് ക്രിസ്ത്യ ലോകത്തിലാക്കുന്നത്. നമ്മൾ നീതീകരിച്ചിരിക്കുന്നു, ഇനിയിപ്പം നമ്മൾ കൽപ്പനകൾ അനുസരിച്ചല്ല നീതി പാലിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ ഈ കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കൽപ്പനകളൊക്കെ അതൊന്നും അനുസരിക്കേണ്ട കാര്യമൊന്നുമില്ല, അതൊന്നും അനുസരിക്കും മനുഷ്യനെ കൊണ്ട് അനുസരിക്കാനൊന്നും പറ്റത്തില്ല, കർത്താവ് നമുക്ക് വേണ്ടി നീതിയായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു പഠിപ്പിക്കലുകൾ ചില ആൾക്കാർ എൻ്റെ അടുത്ത് തന്നെ പലപ്പോഴും വർഷങ്ങൾക്ക് മുമ്പ് ഇതിനെയൊക്കെ തർക്കിക്കാനായിട്ട് വരുന്നു. നിങ്ങള് വലിയ വിശുദ്ധിയുടെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന സഭ സാക്പിന്നൻ ഇങ്ങനെ വലിയ ദുരുപദേശമാണ് പറയുന്നത്. അതായത് നമ്മള് കൽപ്പനകൾ അനുസരിക്കണമെന്ന് പറയുന്നു. അപ്പൊ കർത്താവ് കൽപ്പനകളെല്ലാം അനുസരിച്ച് കഴിഞ്ഞിരിക്കുന്നു, നമുക്ക് കർത്താവ് നമ്മൾ നീതീകരിച്ചിരുന്നു നിങ്ങൾ അറിയത്തില്ലേ? അപ്പൊ നമുക്ക് ഈ കൽപ്പന അനുസരിക്കാൻ പറ്റത്തില്ല. കർത്താവ് കൽപ്പന അനുസരിച്ച് കഴിഞ്ഞു, കർത്താവ് നമുക്ക് നീതി കണക്കിട്ടിരിക്കുന്നു. നമ്മൾ പിന്നെ പാപത്തിൽ വീണു എഴുന്നേറ്റും ഒക്കെ ഇങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് തട്ടിമുട്ടിയൊക്കെ അങ്ങ് പോണം. എന്നുവെച്ചാല് അതൊരു ലാഘവത്തോടെ അങ്ങനെ പറയുന്ന അങ്ങനെ ഒരു ക്രിസ്തീയ ജനതയാണ്. അങ്ങനെയുള്ള പഠിപ്പിലുകളും കാര്യങ്ങളും ഒക്കെ വചനത്തില് യഥാർത്ഥത്തിൽ ഇല്ലാത്ത തരത്തിലുള്ള പല ഒരു ഫോൾസ് സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ. കർത്താവ് നമുക്ക് ഈ കൽപ്പനകളും വചനമൊന്നും പാലിക്കാനൊന്നും പറ്റത്തില്ല. കർത്താവ് അതിനുവേണ്ടി ഇവിടുന്നൊക്കെ എന്തെങ്കിലുമൊക്കെ അവർ വാക്യങ്ങളും ഒക്കെ കോട്ട് ചെയ്യും. എന്നാൽ നമ്മൾ വചനത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ അതല്ല യഥാർത്ഥത്തിൽ കാണുന്നത്. അപ്പൊ അവര് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കർത്താവ് നമുക്ക് വേണ്ടി കൽപ്പനയെല്ലാം പാലിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ഇത് പാലിക്കാൻ പറ്റുന്ന കാര്യമില്ല. കോപിക്കാതിരിക്കാനോ മോഹിക്കാതിരിക്കാനോ ആകുലപ്പെടാതിരിക്കാനോ ഒക്കെ ആർക്കെങ്കിലും മനുഷ്യന് കഴിയുന്ന കാര്യമാണോ? അപ്പോൾ അതൊന്നും നമുക്ക് വചനമൊന്നും നമ്മൾ അനുസരിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. ഗിരിപ്രഭാഷണമൊക്കെ കർത്താവ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അതൊന്നും അനുസരിക്കാനൊന്നും പറ്റത്തില്ല. എന്നാൽ കർത്താവ് ഇതെല്ലാം പാലിച്ചു. നമ്മള് പാപികളാണ്, അതുകൊണ്ട് കർത്താവ് നമുക്ക് നീതിയങ്കിയൊക്കെ തന്നിരിക്കുന്നു. ഇനിയിപ്പോ നമ്മൾ ചേർക്കാനായിട്ട് വരും. അപ്പൊ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഈ വിശ്വാസത്തിൽ അങ്ങ് കടിച്ചു പിടിച്ച് നിലനിന്ന് ഇങ്ങനെ സഭായോഗ അറ്റൻഡ് ചെയ്ത് എല്ലാവരോടും സുവിശേഷമൊക്കെ പറഞ്ഞ് അവരും കൂടെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ പോയി കർത്താവ് വരുമ്പോഴത്തേക്ക് നമ്മളങ്ങ് കാന്തയായിട്ട് എടുക്കപ്പെടും എന്ന് പറയുന്നത് ഒരു വിധത്തിൽ പറഞ്ഞ വളരെ ഒരു ഈസി വിഷി വാഷി ഗോസ്പൽ എന്ന് പറഞ്ഞാല് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെന്ന് വെച്ചാൽ നമ്മളൊന്ന് പെട്ടെന്ന് നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ അവർ പറയുന്നത് ശരിയാ, അവിടെ വചനം ഇതെടുത്ത് കൂട്ടി ചെയ്യുന്നു. പക്ഷെ അതിലൊരു വലിയൊരു വഞ്ചനയുണ്ട്. അതായത് നമ്മൾ യഥാർത്ഥത്തില് കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടാൻ, കർത്താവിനെ പോലെ ആയിത്തീരുവാനും നമ്മള് ആ ഒരു ദൈവഭയത്തോടെ രക്ഷയെ പ്രവർത്തിച്ചെടുക്കുന്ന കാര്യം അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ദൈവം പാടുപെട്ട് ഇത്രയും എപ്പിസോഡ്സ് ലേഖനങ്ങളൊന്നും വചനത്തില് ഇപ്പം നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ജീവിച്ചാൽ മതി, കർത്താവിന്റെ നീതി അങ്ങ് കണക്കിട്ടിരിക്കുന്നു, നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ, വലിയ മോശമൊന്നും വലിയ നാണക്കേടൊന്നും ഉണ്ടാക്കാതെ, വലിയ
കെട്ട പേരൊന്നും ഉണ്ടാക്കാതെ എങ്ങനെയെങ്കിലും ജീവിച്ച് അങ്ങനെ അങ്ങ് പോകാനായിരുന്നെങ്കിൽ പിന്നെ ദൈവം ഇത്രയും ലേഖനങ്ങള് ഇപ്പം ഈവൻ സുവിശേഷങ്ങളിൽ തന്നെ കർത്താവിന്റെ തന്നെ കൽപ്പനകളുണ്ട്. പിന്നെ ലേഖനങ്ങളിൽ ഒരു വിശ്വാസി ജീവിക്കേണ്ടതിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പല ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും കാര്യങ്ങളും ക്രൂശെടുത്ത് കർത്താവിനെ പിൻഗമിക്കണം എന്നുള്ള കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള ആ കാതലായിട്ടുള്ള ദൈവവചനത്തിന്റെ കാര്യങ്ങളൊന്നും പിന്നെ പുതിയ നിയമത്തിൽ എഴുതി വെക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. എന്നുവെച്ചാൽ കർത്താവ് നമുക്ക് വേണ്ടി എല്ലാം നീതിയായിട്ടുണ്ട്. അതുകൊണ്ട് എങ്ങനെങ്കിലുമൊക്കെ അങ്ങ് പോയാൽ നമ്മൾ അങ്ങ് കാന്തയായിക്കോളൂ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു പിശാചിന്റെ ഔട്ട്റൈറ്റ് ആയിട്ടുള്ള പിശാചിന്റെ വായിൽ നിന്ന് നേരിട്ട് വരുന്ന വഞ്ചനയാണത്. അത് നരകത്തിൽ നിന്ന് വരുന്നുള്ള പിശാചിന് നേരിട്ടുള്ള വഞ്ചനയാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, അതുകൊണ്ട് രക്ഷയൊന്നും നഷ്ടപ്പെടത്തില്ല, കർത്താവ് നമുക്ക് നീതിയായി കഴിഞ്ഞിരിക്കുന്നു, അവിടുന്ന് ഇവിടെ നോക്കി ഏതെങ്കിലുമൊക്കെ വാക്യങ്ങൾ മിസ്കോട്ട് ചെയ്തുകൊണ്ട് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് കോട്ട് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു വ്യാജ സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ അതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ആരാധിച്ചാൽ മതി എന്ന് അവർ പറയുന്ന ആരാധന എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ബുദ്ധിയുള്ള ആരാധന. റോമർ 12:1 ആരാധന എന്നാണ് അവർ പറയുന്നത്. അവർ പറഞ്ഞ ആരാധിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ കൈകൊട്ടി സ്തുതിച്ച് അങ്ങനെ ഒത്തിരി ചാട്ടവും തുള്ളലും ഒക്കെ കഴിഞ്ഞ് പിന്നെ ഈ ട്രാക്റ്റുകൾ എവിടെയെങ്കിലുമൊക്കെ കുറെ ഒത്തിരി സുവിശേഷീകരണം ഇതൊക്കെ ആയിട്ട് കുറെ കാര്യങ്ങൾ അങ്ങനെ പ്രവർത്തനങ്ങൾ ആക്ടിവിറ്റീസ് മാർത്ത സിൻഡ്രോം, മാർത്തയെ പോലെ എന്തെങ്കിലുമൊക്കെ പല കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മൾ ചെയ്യുന്നു. നെഗരെ സുവിശേഷവൽക്കരിക്കുന്നു, അവിടെ കൺവെൻഷൻ നടത്തുന്നു, അവിടെ ആ യോഗ, ഇവിടെ ഈ യോഗ, അവിടെ സാക്ഷ്യം പറയുന്നു, നമ്മൾ നെഗരെ ഈ കർത്താവിലേക്ക് കൊണ്ടുവരുന്നു. കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെ ജീവിക്കണമെന്ന് ചോദിച്ചാൽ നമ്മുടെ വചനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വീണുപോകും, എഴുന്നേറ്റോളും, കർത്താവിന്റെ നീതി നമുക്കുണ്ട്, കർത്താവിന്റെ രക്തം നമുക്കുണ്ട്. അങ്ങനെ പറഞ്ഞൊരു ഫോൾസ് സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ, അതൊരു വ്യാജ ക്രിസ്തീയത. അത് കഴിഞ്ഞിട്ട് അവര് നമ്മളെ ആരോപിക്കുന്ന അറിഞ്ഞാൽ നിങ്ങൾ പ്രവർത്തികളിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്, നിങ്ങൾ രക്ഷ കർത്താവിന്റെ ദാനമാണെന്നല്ലേ വചനത്തിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ ഇപ്പോഴും ഇങ്ങനെ രക്ഷ പ്രവർത്തിച്ചെടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കർത്താവിന്റെ കൽപ്പന അനുസരിക്കാൻ വേണ്ടി പെടുന്നു. നിങ്ങളത് നിങ്ങളുടെ സ്വയത്തിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം ശക്തിയിൽ നിങ്ങൾ രക്ഷ പ്രവർത്തിച്ചെടുക്കാൻ നോക്കുന്ന ആൾക്കാർ നിങ്ങൾ ദുരുപദേശമാണ് പറയുന്നത് എന്നൊക്കെയുള്ള രീതിയിലുള്ള ആലിഗേഷൻസ്, വല്ല ആരോപണ സ്വരങ്ങളൊക്കെ, അങ്ങനെയൊക്കെയുള്ള ഒരു വാദിപ്രതിയാവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനെയൊക്കെയുള്ളൊരു പഠിപ്പീലുകളും ധാരണകളും ഒക്കെ ക്രിസ്ത്യ ലോകത്ത് പൊതുവായിട്ടുണ്ട്. ഇന്ന് എന്താ യഥാർത്ഥത്തിൽ ദൈവവചനം പറയുന്നതെന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. നമ്മളിപ്പോൾ അത് അന്ത്യവചനത്തിൽ ആ ഒരു പോർഷനൊക്കെ നമ്മൾ വായിച്ചപ്പോൾ തന്നെ ആ കാര്യങ്ങളൊക്കെ നമുക്കത് സിമ്പിളായിട്ട് കാര്യങ്ങളൊക്കെ നമ്മളത് വായിച്ചു കേട്ടു. എന്നുവെച്ചാല് രക്ഷ കർത്താവിന്റെ ദാനമാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ദാനമാണ്. നമ്മൾ രക്ഷിക്കപ്പെടുന്ന നമ്മുടെ സ്വന്തം പ്രവൃത്തികൾ കൊണ്ടോ നമ്മളുടെ സ്വന്തം നീതി കൊണ്ടൊന്നുമല്ല. രക്ഷ കർത്താവിന്റെ ദാനമാണ്. നമ്മളെ നീചപാപികളെ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റു, അത് നമ്മൾ വിശ്വസിച്ച് നമ്മൾ രക്ഷിക്കപ്പെടുന്നു. രക്ഷ കർത്താവിന്റെ ദാനം അല്ലെന്നോ അല്ലെങ്കിൽ നമ്മളത് കൽപ്പനകൾ അനുസരിച്ച് അങ്ങ് രക്ഷിക്കപ്പെടുന്നു എന്നുള്ള കാര്യമൊന്നും അല്ല നമ്മൾ പറഞ്ഞു വരുന്നത്. രക്ഷ കർത്താവിന്റെ ദാനമാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം അവിടെയും നമുക്കൊരു ഡേഞ്ചർ വരാം. എന്ന് വെച്ചാല് ഇവര് പറയുന്നത് പോലെ നമുക്ക് ഒരു ഡേഞ്ചർ വരാം. നമ്മൾ കൽപ്പനകൾ പാലിക്കുന്നതനുസരിച്ചാണ് എന്നുള്ള ഒരു നമ്മളുടെ സ്വയശക്തിയിൽ നമ്മൾ വചനമൊക്കെ അനുസരിക്കാനായിട്ട് നോക്കുന്നു. അങ്ങനെയാണ് പലരും അങ്ങനെ ആരോപിക്കുന്നത്. എന്നാൽ അങ്ങനെ ഒരു ഡേഞ്ചറിലേക്കും നമ്മുടെ വിശ്വാസികൾ പലരും അങ്ങനെയൊക്കെ വീണു പോകാവുന്ന ഒരു ഡേഞ്ചർ ഉണ്ടെന്ന് വെച്ചാൽ നമ്മളുടെ സ്വന്തം ശക്തിയിൽ കൽപ്പനകളൊക്കെ അനുസരിക്കാനായിട്ട് നമ്മൾ നോക്കുന്നു. അത് ഭയങ്കര കുറ്റബോധവും, അയ്യോ നമ്മൾ വീണു പോകുന്നു, അയ്യോ എനിക്കിതൊന്നും അനുസരിക്കാൻ പറ്റുന്നില്ല. എന്നാൽ അങ്ങനെയുള്ള വേറൊരു എക്സ്ട്രീമിലോട്ടും അല്ല നമ്മൾ പോകണ്ടേ. രക്ഷകർത്താവിന്റെ ദാനമാണ്. അതുപോലെ തന്നെ രക്ഷിക്കപ്പെട്ടതിന് ശേഷം കർത്താവ് എന്തിനു വേണ്ടിയാണ് എന്നെ രക്ഷിച്ചിരിക്കുന്നത്? മറ്റുള്ളവരോട് സുവിശേഷം പറയാൻ വേണ്ടി എന്നുള്ളത് അതിന്റെ വളരെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. അത് കപ്പ് നിറഞ്ഞു കവിഞ്ഞ് അതങ്ങ് ഒഴുകും എന്നുള്ളത് കൊണ്ട് അതങ്ങ് ഒഴുകി മറ്റുള്ളവരിലേക്ക് നമ്മൾ സുവിശേഷം പറയും. പക്ഷെ കർത്താവ് നമ്മളെ രക്ഷിച്ചിരിക്കുന്ന പ്രാഥമികമായിട്ടും കർത്താവിന്റെ തേജസ് പ്രാപിക്കുവാനാണ്, ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കുവാനല്ലോ നമ്മളെ സുവിശേഷ ഘോഷണത്താൽ രക്ഷിച്ചിരിക്കുന്നതെന്നാണ് 2 Thessalonians 2 14 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. കർത്താവിന്റെ തേജസ് പ്രാപിക്കാൻ, കർത്താവിന്റെ ആ സ്വഭാവമാകുന്ന തേജസ്, ദിവ്യ സ്വഭാവം, അല്ലെങ്കിൽ ക്രിസ്തുവിനോട് അനുരൂപപ്പെടാനാണ്, ആദിജാതനായ കർത്താവിനോട് കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുവാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്ന. അപ്പൊ ആ കർത്താവിനോടുള്ള ഒരു ആഴത്തിലുള്ള ഒരു കൂട്ടായ്മയിലേക്കാണ് കർത്താവിനെ വിളിച്ചിരിക്കുന്നതെന്നാണ് 1 Corinthians 1:9 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പം കർത്താവിനോടുള്ള ആ ഒരു കൂട്ടായ്മയിലേക്ക് നമ്മൾ അധികമായിട്ട് അടുത്ത് വരുമ്പോൾ കർത്താവിനെ പോലെ നമ്മൾ ആയിത്തീരുന്നു. കർത്താവിനോടുള്ള ഒരു ആഴത്തിലുള്ള ഒരു ജീവിതം. അപ്പൊ ആ ഒരു ജീവിതത്തില് കർത്താവിനോടുള്ള സ്നേഹത്തില് നമ്മൾ ഈ കൽപ്പനകളൊക്കെ എങ്ങനെ അനുസരിക്കും? അതായത് നമ്മുടെ സ്വയത്തിന്റെ ബലത്തിൽ നമ്മൾ ഇതെന്തോ കൽപ്പനകൾ അനുസരിച്ച് അങ്ങ് നമ്മളുടെ ഒരു ക്രൈറ്റീരിയനൊക്കെ
പല മാനദണ്ഡങ്ങളൊക്കെ നമ്മൾ ക്വാളിഫൈ ചെയ്ത് നമ്മൾ അങ്ങനെ കാന്തയായിട്ട് നമുക്ക് ഇങ്ങനെ ഞെളിഞ്ഞു നിൽക്കാൻ തക്കവണ്ണം അങ്ങനെയല്ല. ആ ഒരു കാര്യമല്ല നമ്മൾ പറയുന്നത്. പലപ്പോഴും നമ്മൾ ഈ ഒരു വിശുദ്ധിയുടെ കാര്യങ്ങളും കൽപ്പനകൾ അനുസരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പലരും നമ്മൾ തെറ്റിദ്ധരിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എന്തോ സ്വന്തം ശക്തിയിൽ എന്തോ അനുസരിച്ച് എന്തോ ദൈവമുമ്പാകെ പ്രശംസിക്കുന്ന ഒരു കാര്യത്തെ പോലെ പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. അങ്ങനെ പലരും ചോദിക്കാറുണ്ടോ നിങ്ങൾ ഇങ്ങനെയൊക്കെയല്ലേ പഠിപ്പിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. പലപ്പോഴും എനിക്ക് തോന്നുന്നു ഇപ്പോഴൊക്കെ സാക്വിൻ ബ്രദറിന്റെ ടീച്ചിങ്സ് ഒക്കെ ഇപ്പൊ യൂട്യൂബിലൊക്കെ വളരെ അവൈലബിൾ ആയതുകൊണ്ട് ആൾക്കാർക്ക് ഒത്തിരി പേർക്ക് ഒത്തിരി തെറ്റിദ്ധാരണകളൊക്കെ മാറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പണ്ടൊക്കെ നമ്മുടെ മെസ്സേജസ് ഒന്നും അത്ര അങ്ങ് അവൈലബിൾ ആയിരുന്നില്ല. എന്തെങ്കിലുമൊക്കെ ഓഡിയോ കാസറ്റ്സും CD അതുപോലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഇന്റർനെറ്റിൽ ഉള്ളതുപോലെ വേറെ എന്താ ടീച്ച് ചെയ്യുന്നുള്ള കാര്യം പലർക്കും കേൾവി മാതിരി സാക്വിൻ എങ്ങനെയാ പറയുന്നത് അങ്ങനെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് പലരും ഇതുപോലെയൊക്കെയുള്ള ആരോപണങ്ങൾ പറയുന്നു. ഇന്നും എനിക്ക് തോന്നുന്നു സാക്വിന്റെ ടീച്ചിങ്സ് കുറച്ചുകൂടി ഇന്റർനെറ്റിലൊക്കെ കുറച്ചുകൂടി അവൈലബിൾ ആയതുകൊണ്ടും പിന്നെ ബുക്സും ഒക്കെ കാര്യങ്ങളും ഒക്കെ കുറച്ചുകൂടി റീച്ച് ഉള്ളത് കൊണ്ടും ഒക്കെ ആയിരിക്കാം ഇന്ന് ആൾക്കാർ അങ്ങനെ എനിക്കറിയത്തില്ല അങ്ങനെ ആരോപിച്ചിട്ട് വരുന്ന കേട്ടിട്ടില്ല. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് ചില പലരും ഇങ്ങനെ തർക്കിക്കാനൊക്കെ വന്നിട്ടുള്ളതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. എന്നുവെച്ചാല് എന്നാ അവര് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തോ നമ്മള് സ്വന്തം ശക്തിയിൽ എന്തോ കൽപ്പനകൾ അനുസരിച്ച് എന്തോ ഒരു കാര്യം, അങ്ങനെയല്ല. മറിച്ച് നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ, കർത്താവിന്റെ ദാനം തന്നെയാണ് രക്ഷ. എന്നാൽ രക്ഷയ്ക്ക് ശേഷമുള്ള വിശദീകരണവും കർത്താവിന്റെ ദാനം തന്നെയാണ്. ഈ ഇപ്പൊ നമ്മളിപ്പം വായിച്ചതുപോലെ കർത്താവിന്റെ നീതിയും വിശുദ്ധീകരണവും സാങ്ക്ടിഫിക്കേഷനും, ശുദ്ധീകരണം എന്ന മലയാളം ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ശുദ്ധീകരണവും വിശുദ്ധീകരണവും എല്ലാം ഒന്ന് തന്നെ. ആ ഒരു സാങ്ക്ടിഫിക്കേഷൻ 1 Corinthians 1:30 കർത്താവില് നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പാകുന്നു. ശുദ്ധീകരണം അല്ലെങ്കിൽ സാങ്ക്ടിഫിക്കേഷൻ കർത്താവ് തന്നെ. അപ്പം നീതി കർത്താവായിരിക്കുന്നത് പോലെ തന്നെ ശുദ്ധീകരണവും കർത്താവ് തന്നെ. വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ കർത്താവ് രണ്ടാമത് വരുമ്പോൾ എന്നെ വീണ്ടെടുക്കുന്നതും കർത്താവ് തന്നെ. ഇവിടെ ജ്ഞാനത്തോടെ ജീവിക്കുന്ന ആ ജ്ഞാനവും കർത്താവ് തന്നെ. അപ്പോൾ ശുദ്ധീകരണം നമ്മുടെ സ്വയത്തിലുള്ള ഒരു സ്വയധ്വാനത്തിന്റെ ഒരു അങ്ങനെ സ്വന്തമായിട്ട് നമ്മളെന്തോ നീതി പ്രവൃത്തികൾ ചെയ്യുന്നു, അങ്ങനെ കർത്താവിന്റെ കാന്തയായിട്ട് വിശേഷ വസ്ത്രം തുന്നിയെടുക്കുന്നു, ആ ഒരു സ്വയശക്തിയിലുള്ള അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തോ ജഡത്തിന് ദൈവം മുമ്പാകെ പ്രശംസിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയേണ്ടി വരും. എന്നാൽ ഒരു ജഡത്തിനും ദൈവം മുമ്പാകെ പ്രശംസിക്കാൻ പറ്റത്തില്ല. അതിന് തൊട്ട് മുമ്പ് 29ാമത്തെ വാക്യം 1 Corinthians 1:29 നമ്മളിപ്പോ 30 വായിച്ചു. 1 Corinthians 1:29 ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. നമുക്ക് ദൈവം മുമ്പാകെ ഒന്നും പ്രശംസിക്കാനെന്ന് കാര്യം കാണത്തില്ല. എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും കർത്താവിന്റെ കൽപ്പനകൾ യഥാർത്ഥത്തിൽ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ അത് കർത്താവിന്റെ ശക്തിയിൽ അനുസരിച്ചിട്ടുള്ള കാര്യം, അല്ലാതെ നമ്മളുടെ സ്വയശക്തിയിൽ ഞാൻ കോപത്തെ ജയിച്ചു, ഞാൻ മോഹത്തെ ജയിച്ചു, ഞാൻ ആകുല ചിന്തകളെ ജയിച്ചു, അല്ലെങ്കിൽ ഞാൻ ഇന്ന പാപത്തെ ജയിച്ചു, ഇന്ന ആ പാപത്തെ ജയിച്ചു, ഈ പാപത്തെ ജയിച്ചു, അങ്ങനെ ഞാനിങ്ങനെ ഞെളിഞ്ഞു ജയിക്കുവാണെങ്കിൽ അതിനർത്ഥം ഞാൻ ഒന്നും ജയിച്ചിട്ടില്ല. മറിച്ച് ഞാൻ എന്റെ സ്വയശക്തിയിൽ എന്തോ ഒരു യോഗാഭ്യാസി ഇങ്ങനെ സ്വയം നിയന്ത്രണം പോലെ ഇങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നത് പോലെ അതൊരു അസെറ്റിസിസം മാതിരി അല്ലെങ്കിൽ ഒരു സന്യാസം മാതിരി നമ്മളെന്തോ ഇങ്ങനെ കടിച്ചു പിടിച്ച് വേറെ എന്തൊക്കെയോ നമ്മുടെ സ്വന്തം ശക്തിയിൽ ജയിക്കുന്ന അങ്ങനെ ഒരു കാര്യമേ അല്ല ക്രിസ്തീയത. അപ്പൊ അങ്ങനെ ഒരു കാര്യമേ അല്ല നമ്മളാരും പറയുന്നത്. എന്നാൽ പലപ്പോഴും നമ്മള് ഈ ഒരു ദൈവത്തിന്റെ വചനം അനുസരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ ഊന്നി പറയുമ്പോൾ പലരും നമ്മളെ തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യം അത്. നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വചനം എങ്ങനെ അനുസരിക്കുന്നത്? കർത്താവെ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, കർത്താവെ അവിടത്തെ കൊണ്ട് എല്ലാം പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് കർത്താവെ എന്നെ തന്നെ ഞാൻ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവിടുത്തെ ആത്മാവിനെ എന്നെ നിറച്ച് ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയില് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയില് കർത്താവ് എനിക്ക് തരുന്ന ബലത്തില് പാപത്തെ ജയിക്കാന്, കോപത്തെ ജയിക്കാന്, മോഹത്തെ ജയിക്കാന്, നമ്മളുടെ വാക്കുകളിൽ കർത്താവിനെ പോലെ ആ ഒരു ആകാത്ത വാക്കൊന്നും പറയാതെ പിന്നെ രുചി വരുത്തിയ വാക്കുകൾ പറയുന്നു. നമ്മളെ ആ ഒരു നിസ്വാർത്ഥത, ആ ഒരു താഴ്മ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ദൈവജനത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അനുസരിക്കാനായിട്ട് നമ്മളെ തന്നെ കർത്താവിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നു. നമ്മളായിട്ട് എന്തോ ഒരു നമ്മുടെ സ്വയപരിശ്രമത്തിൽ നമ്മൾ അനുസരിക്കുന്ന ഒരു കാര്യമല്ല, മറിച്ച് നമ്മളായിട്ട് തന്നെ നമ്മെ തന്നെ താഴ്ത്തി കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. കർത്താവ് നമ്മളുടെ ഉള്ളത്തില് നമുക്കായിട്ട് കണക്കിടപ്പെട്ട ആ നീതി നമ്മളുടെ ഉള്ളത്തില് ദൈവം അത് ഫുൾഫിൽ ചെയ്യുന്നു, അത് നിവർത്തിക്കുന്നു. അത് റോമർ 8:3-4 വാക്യങ്ങളിൽ അതാ നമ്മളത് വായിക്കുന്നത്. നമുക്ക് പോർഷനിലേക്ക് നമുക്ക് വരാൻ നമ്മളിപ്പം അന്തിമവിജയ പുസ്തകത്തിലെ ആ ഒരു ഓർഡർ തന്നെ ഞാൻ ഒന്ന് പോവുകയാണെങ്കിൽ അവിടെ നമ്മളിപ്പം വായിച്ചു കൃപ, അന്തിമവിജയ പുസ്തകത്തിൽ ആ വാക്യം 8ാമത്തെ വാക്യത്തിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളിപ്പം വായിച്ചു കേട്ട എന്താ, കൃപ ലഭിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ, കൃപ ലഭിച്ചിരിക്കുന്നു അല്ലെങ്കിൽ കൊടുക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ദൈവത്തിന്റെ ദാനമാണ്. അപ്പൊ ദൈവത്തിന്റെ ദാനമാണെന്ന് പറയുമ്പോൾ നമ്മളെ ഫിലിപ്പിയർ 2:13 അവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. ഫിലിപ്പിയർ 2:13 എന്ന് റോണിബാറിന് ബർത്ത്ഡേ ഗ്രീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ആ ഫിലിപ്പിയർ 2:13 കോട്ട് ചെയ്തിട്ട് തന്നെ ഗ്രീറ്റ് ചെയ്ത് അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഫിലിപ്പിയർ 2:13 ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങൾ ദൈവമല്ലോ തിരുവള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. അതായത് ദൈവത്തിന്റെ വചനം അനുസരിക്കാൻ നമുക്കൊരു ആഗ്രഹം തരുന്നതും അല്ലെങ്കിൽ അത് അനുസരിക്കാനുള്ള ശക്തി തരുന്നതും ആരാന്ന് ചോദിച്ചാൽ ദൈവമാണ്.
അല്ലാതെ ഞാനായിട്ട് എന്തോ എന്റെ സ്വന്തം ശക്തിയിൽ ഞാനിതെല്ലാം ഇച്ഛിച്ച് പ്രവർത്തിച്ച് ഞാനായിട്ട് അനുസരിച്ചു, അതുകൊണ്ട് ദൈവം ഞാൻ കർത്താവിന്റെ കാന്തയാൻ ഞാനാണ് ഏറ്റവും യോഗ്യൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാനാണ് ഏറ്റവും അയോഗ്യൻ എന്ന് അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മള് ക്രിസ്തീയതയുടെ ABCD പോലും മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ എന്തോ സ്വന്തം ശക്തിയിൽ എന്തൊക്കെയോ ചെയ്യാൻ നോക്കി. അത് അങ്ങനെയുള്ള ക്രിസ്തീയത ഏറ്റവും പരീക്ഷത്വമായിരിക്കും. എന്നുവെച്ചാൽ നമ്മളായിട്ട് ലീഗലിസ്റ്റിക് ആയിട്ട് എന്തൊക്കെയോ അനുസരിക്കാൻ നോക്കുന്നു, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരൊന്നും അനുസരിക്കുന്നില്ല, ഞാനാണ് വലിയ വിശുദ്ധൻ. അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ളവര് വളരെ അരിഷ്ടമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കും. അവർക്ക് മറ്റുള്ളവരെ എപ്പോഴും വിധിക്കാനും കുറ്റം പറയാനേ അവർക്ക് സമയം കാണത്തുള്ളൂ. എന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര ഒരു ലോങ് ഫേസ് ഫാരിസീസ് ആയിരിക്കും, അല്ലെങ്കിൽ അതായത് അതുപോലെയൊക്കെയുള്ള ഒരു പരീക്ഷത്തെ മനോഭാവമായിരിക്കും. അങ്ങനെ ഉള്ള ഒരു ലീഗലിസ്റ്റിക് ഒബീഡിയൻസ്, ഞാനായിട്ട് അനുസരിക്കുന്നു, ഞാൻ ആ കൽപ്പന അനുസരിച്ചു, ഈ കൽപ്പന അനുസരിച്ചു, നമ്മൾ തന്നെ ഒരു പുകഴ്ച. പക്ഷെ ഇവിടെ നമ്മൾ അതിന്റെ തൊട്ട് മുമ്പ് 12ാമത്തെ വാക്യത്തില് എന്താ വായിക്കുന്നേ? ഭയത്തോടും വിറയിലോടും കൂടെ നിങ്ങളെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുവിൻ. രക്ഷയ്ക്കായി പ്രവർത്തിക്കും എന്ന് പറയുമ്പോൾ രക്ഷ പ്രവർത്തിച്ചെടുക്കുവിൻ എന്നുള്ളതാണ് കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ. വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ. രക്ഷയായിട്ട് പ്രവർത്തിക്കുന്ന പറയുമ്പോൾ നമ്മുടെ ആത്മാവിന്റെ രക്ഷ ഓൾറെഡി നടന്നു കഴിഞ്ഞു. ഇനിയിപ്പം ദേഹിയുടെ രക്ഷ നമ്മൾ പ്രവർത്തിച്ചെടുക്കുവിൻ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളിൽ വർക്ക് ഇൻ ചെയ്യുന്നു, നമ്മൾ വർക്ക് ഔട്ട് ചെയ്യുന്നു. അതാ വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ വിത്ത് ഫിയർ ആൻഡ് ട്രബിളിംഗ് ബിക്കോസ് ഗോഡ് ഈസ് വർക്കിംഗ് ഇൻ യു ടു വിൽ ആൻഡ് ടു ഡു ഹിസ് ഗുഡ് പ്ലഷർ, ടു വർക്ക് ഫോർ ഹിസ് ഗുഡ് പ്ലഷർ നമ്മൾ വായിക്കുന്നത്. ദൈവം നമ്മളിൽ പരിശുദ്ധാത്മാവിന്റെ ഓരോ പ്രേരണ ദൈവം നമുക്ക് തരുന്നു. അതായത് നമ്മളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു കോപ സ്വഭാവം, അല്ലെങ്കിൽ മോഹിക്കുന്നു, അല്ലെങ്കിൽ അശുദ്ധമായിട്ടുള്ള ചിന്തകള്, അല്ലെങ്കിൽ നമുക്ക് സ്വാർത്ഥത, മറ്റുള്ളവരോട് ചിലപ്പോൾ ക്ഷമിക്കാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ നമ്മളിൽ തന്നെ ഒരു പരാതിയും പിറുപിറുപ്പും, അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ക്രിസ്തുവിന് ചേരാത്തതായിട്ടുള്ള നമ്മളുടെ ജീവിതത്തിലുള്ള ജഡത്തിലെ പല കാര്യങ്ങൾ നമ്മളിൽ പൊങ്ങി വരുമ്പോൾ, പല സാഹചര്യങ്ങളിലും പല സന്ദർഭങ്ങളിലും ഒക്കെ പൊങ്ങി വരുമ്പം അവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രേരണ, പരിശുദ്ധാത്മാവ് യേശുവിനെ നമുക്ക് കാണിച്ചു തരികയും അവിടെ കർത്താവെ ഞാൻ കർത്താവിനെ പോലെ അല്ലല്ലോ ഇവിടെ എന്റെ ചിന്തകൾ, എന്റെ വാക്കുകൾ, എന്റെ പ്രവൃത്തികൾ, അവിടെ ഞാൻ എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു, കർത്താവിന്റെ രക്തത്താൽ കഴുകപ്പെടുന്നു, കർത്താവിന്റെ ആത്മാവിനെ നിറയപ്പെട്ട് കർത്താവ് ചിന്തിച്ചതുപോലെ ചിന്തിക്കാനും സംസാരിച്ചതുപോലെ സംസാരിക്കാനും പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കാനും ഒക്കെ ദൈവമായിട്ട് എന്നെ സഹായിക്കുന്നു. അപ്പൊ അവിടെ ഞാൻ രക്ഷ പ്രവർത്തിച്ചെടുക്കുന്നു, പക്ഷെ ദൈവമാണ് ആ ഒരു പ്രേരണ. അതിനായിട്ട് കർത്താവിനെ എനിക്ക് കാണിച്ചു തരികയും കർത്താവിനെ പോലെ എന്നെ ആക്കി തീർക്കണം എന്നുള്ള ഒരു അതിനു വേണ്ടിയുള്ള ഒരു വാഞ്ച, കർത്താവിനെ പോലെ ആയിത്തീരണം എന്നുള്ളൊരു വാഞ്ച എന്നിൽ വരികയൊക്കെ ചെയ്യുന്നത്. അപ്പം ദൈവമാണ് ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നമ്മുടെ ഉള്ളത്തിൽ ചെയ്യുന്നേ എന്ന് നമ്മളത് പ്രവർത്തിച്ചെടുക്കുന്നു, നമ്മൾ അതിനോടങ്ങ് റെസ്പോണ്ട് ചെയ്യുന്നു. ആ ഒരു കാര്യം നമ്മൾ ഇപ്പം ഫിലിപ്പിയർ 2:13 വായിച്ച് പിന്നെ നമ്മൾ ആ അതിമൊഴി പുസ്തകത്തിൽ കണ്ടു, വസ്ത്രം ദാനമാണെങ്കിൽ എല്ലാവർക്കും ലഭിക്കാത്ത എന്താന്ന് ചോദിച്ചാൽ എല്ലാവരും വചനത്തോട് അതുപോലെ പ്രതികരിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് നമ്മളവിടെ കണ്ടത്. പിന്നെ കർത്താവ് ഈ കാന്തയുടെ വിശേഷ വസ്ത്രം ക്രിസ്തുവിന്റെ നീതിയങ്കി അല്ല, മറിച്ച് ക്രിസ്തു നമ്മളിൽ പ്രവർത്തിച്ചെടുക്കുന്ന ഒരു നീതിയാണ്. ആ കാര്യം നമ്മൾ പിന്നീട് കണ്ടത്. റോമർ 4:22 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുവാണെങ്കിൽ അവിടെ നമ്മളെ കർത്താവ് നീതീകരിക്കുന്ന കാര്യമാണ് നമ്മളവിടെ വായിക്കുന്നത്. അവിടെ എബ്രഹാമിനെ വിശ്വാസത്താൽ ദൈവം നീതീകരിച്ചു എന്ന് ഉൽപ്പത്തി 15:6 പറയുന്ന കാര്യമൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് നമ്മളവിടെ അതിന്റെ റോമർ 4:9 ഉൽപ്പത്തി 15:6 കോട്ട് ചെയ്തുകൊണ്ട് നമ്മളവിടെ വായിക്കുന്നുണ്ട്, വിശ്വാസം എബ്രഹാമിന് വിശ്വാസം നീതിയായി കണക്കിട്ടു. അപ്പൊ അതുപോലെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് യേശുവിന് നീതി നമുക്ക് കണക്കിടുന്നു. അതാ നമ്മള് അതിന്റെ റോമർ 4:22 അതുകൊണ്ട് അത് അവൻ നീതിയായി കണക്കിട്ടു, അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ചു മാത്രമല്ല നമ്മെ വിചാരിച്ചു കൂടെ ആകുന്നു. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചു, നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചും ഇരിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ മരിച്ചതെന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകിയാൽ തന്നെ. അപ്പം നമ്മുടെ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് കർത്താവിന്റെ നീതി കണക്കിടുന്നു. അതാ ഒരു നീതി അങ്കിയായിട്ട് കർത്താവിന്റെ നീതി അങ്കി നമ്മളെ അങ്ങ് പുതപ്പിക്കുന്നു. നമ്മള് യെശയ്യാ 61:10 നീതി അങ്കി അണിയിച്ചിരിക്കുന്നു എന്ന് വായിക്കുന്ന ആ ഒരു കാര്യമൊക്കെ അതാ. ഈവൻ റോമർ 3:24 വാക്യത്തിൽ അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിന്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത് എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ 26 വാക്യത്തിലും എന്താ നമ്മൾ വായിക്കുന്നേ? താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന്. ഇപ്പൊ കർത്താവാണ് നമ്മളെ നീതീകരിക്കുന്നത്, അല്ലെങ്കിൽ ജസ്റ്റിഫൈ എന്നുള്ള വാക്ക്, മേക്ക് റൈച്ചസ് എന്നുള്ളൊരു വാക്ക് അവിടെ ഉപയോഗിച്ച് നമ്മളെ കർത്താവിന്റെ നീതി
നമുക്കായിട്ട് കണക്കിടുന്നു. 28ാമത്തെ വാക്യം, റോമർ 3:28. അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിന് പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു. വിശ്വാസത്താലാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത് എന്ന് അവിടെ 28ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. അതൊരു സൗജന്യമായിട്ട് കൃപയാൽ നീതീകരിക്കപ്പെടുന്നു എന്ന് 24ാമത്തെ വാക്യത്തിൽ പറയുന്നു. പിന്നെ റോമർ 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ വീണ്ടും വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ടെന്ന് നമ്മൾ വായിക്കുന്നു. റോമർ 5:9 രക്തത്താൽ നീതീകരിക്കപ്പെട്ടതിന് ശേഷമോ എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പം കർത്താവിന്റെ രക്തത്താല്, കൃപയാൽ, വിശ്വാസത്താല് നമ്മൾ നീതീകരിക്കപ്പെടുന്നു. രക്തം, കൃപ, വിശ്വാസം ഇതെല്ലാം നമ്മള് വിശ്വസിക്കുമ്പോൾ കർത്താവിന്റെ രക്തത്താല്, കർത്താവിന്റെ കൃപയാൽ നമുക്ക് ഒരു നീതിയെങ്കിൽ ദൈവം തരുന്നു. എന്നാൽ അതുകൊണ്ട് കാര്യങ്ങൾ അവസാനിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നത്. അപ്പൊ കർത്താവിന്റെ നീതിയെങ്കിൽ ഉണ്ട്. പിന്നെ നമ്മൾ 1:1-30 കണ്ടു, കർത്താവ് നമുക്ക് നീതിയായി തീർന്നിരിക്കുന്നു. എന്നാൽ ഇതേ റോമർ 4-ാം അധ്യായത്തിൽ 3-4-5 അധ്യായങ്ങളിൽ കർത്താവ് നമ്മളെ നീതീകരിച്ചിരിക്കുന്നു എന്ന് വായിച്ചിട്ട് പിന്നെ റോമർ 8-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തില് എന്താ നമ്മൾ വായിക്കുന്നേ? ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ, നമ്മുടെ ഉള്ളിൽ, വിത്തിന്നസ് ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടത് തന്നെ. അപ്പൊ കർത്താവിന്റെ നീതി ഓൾറെഡി ഉണ്ടല്ലോ, ബിന്ദുവിന് ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകുന്നേ. കർത്താവിന്റെ നീതി ഉണ്ട്, എന്നാൽ അത് നമുക്ക് ഇമ്പ്യൂട്ട് ചെയ്തിരിക്കുന്നു. റൈച്ചസ്നെസ് ഇമ്പ്യൂട്ടഡ് അപ്പോൺ us. നമ്മളുടെ സ്വർഗീയ അക്കൗണ്ടിൽ കർത്താവിന്റെ നീതി ഉണ്ടെന്ന് കണക്കിടുന്നു. എന്നാൽ നമ്മളുടെ പ്രായോഗിക ജീവിതത്തിൽ ആ നീതി നമ്മളുടെ ആത്മാവിന്റെ ഭാഗമായിട്ട് ആയിത്തീരുവാൻ തക്കവണ്ണം എന്ന് പറഞ്ഞാല് ക്രിസ്തു യേശുവിൽ നമ്മളെ എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങളാൽ അനുഗ്രഹിച്ചിരിക്കുന്നു. നമുക്ക് ആ നീതി കണക്കിടപ്പെട്ടിരിക്കുന്നു. എന്നാൽ നമുക്ക് ദൈനംദിന ജീവിത സാഹചര്യങ്ങളിൽ കർത്താവിന്റെ ഒരു സമാധാനവും, കർത്താവിന്റെ സ്വസ്ഥതയും, കർത്താവിന്റെ കരുണയും, കർത്താവിന്റെ മനസ്സിലും, കർത്താവിന്റെ താഴ്മയും, കാർക്കശ്യവും, പാപത്തിനും പാരമ്പര്യത്തിനെതിരായിട്ടുള്ള ഒരു തീക്ഷ്ണതയും, കർത്താവിന് വേണ്ടിയുള്ള ഒരു പൂർണ്ണഹൃദയത്തോടുള്ള ഒരു ഭക്തിയും കാര്യങ്ങളും എല്ലാം നമ്മളുടെ പ്രായോഗിക ജീവിതത്തില് ഇന്ന് ഇമ്പാർട്ടഡ് ആകേണ്ടതായിട്ടുണ്ട്. കർത്താവ് നമുക്കായിട്ട് ഇമ്പ്യൂട്ട് ചെയ്തിരിക്കുന്നു, അത് ഇമ്പാർട്ടഡ് ആകേണ്ടതായിട്ടുണ്ട്, കണക്കിടപ്പെട്ടിരിക്കുന്നു. എന്നാൽ നമുക്കത് നമ്മളുടെ പ്രായോഗിക ജീവിതത്തിൽ അത് പ്രതിഫലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടേ? കർത്താവ് നമുക്കായിട്ട് കണക്കിട്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ജഡത്തെയല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നത് നമ്മളില്ല. അതാ നമ്മളിപ്പോ റോമർ 8:4 വായിച്ചേ. ജഡത്തിന്റെ പ്രേരണയുണ്ട് നമുക്ക്, നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന്റെ പ്രേരണ, സ്വയത്തിന്റെ പ്രേരണയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അവിടെ ദൈവത്തിന്റെ നീതിയൊന്നും നമ്മുടെ ഉള്ളത്തിൽ നിവൃത്തിയാകുന്നില്ല. എന്നാൽ നമ്മളെ പരിശുദ്ധാത്മാവിന്റെ പ്രേരണ ഓരോ സമയത്തും ഇവിടെ മിണ്ടാതിരിക്കണം, ഇവിടെ ഞാൻ ഇങ്ങനെ സംസാരിക്കണം, ഇല്ല ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണം, അല്ലെങ്കിൽ ഇന്നയാളോട് ഇങ്ങനെ ക്ഷമിക്കണം, അല്ലെങ്കിൽ ഇന്നയാളോട് ചിലപ്പം ഒരു കാർക്കശ്യത്തോടെ ഒരു ഫേമായിട്ടുള്ളൊരു നിലപാട് ലോകത്തോട് അല്ലെങ്കിൽ പാരമ്പര്യത്തിനെതിരെ, പാപത്തിനെതിരെയൊക്കെ ഒരു ഫേമായിട്ടുള്ളൊരു കർക്കശത്തോടൊരു നിലപാട് ഞാൻ എടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്ക് ഞാൻ കീഴടങ്ങുമ്പോൾ, ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ, കർത്താവ് നമുക്കായിട്ട് കണക്കിട്ടിരിക്കുന്ന ആ സ്വർഗീയ അക്കൗണ്ടിലുള്ള നീതി നമ്മളുടെ ഉള്ളിൽ അങ്ങനെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകുന്നു. അതാ നമ്മൾ റിക്വയർമെന്റ് ഓഫ് ദ ലോ മൈ ബി ഫുൾഫിൽ ഇൻ us. റിക്വയർമെന്റ് ഓഫ് ദ ലോ എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിന്റെ നീതി അല്ലെങ്കിൽ അതിന്റെ റിക്വയർമെന്റ്, ന്യായപ്രമാണം എന്താണോ ആവശ്യപ്പെടുന്നത് ആ കാര്യം, ആ ഒരു ഡിക്കോമ എന്ന് പറഞ്ഞൊരു പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് റിക്വയർമെന്റ് എന്നുള്ള വാക്കായിട്ട് NASBയിൽ മലയാളത്തിൽ നീതി എന്ന് തന്നെ ഒരു ഓർഡിനൻസ്, സെന്റൻസ്, റൈച്ചസ് ആക്ട്, ഡീഡ്, റൈച്ചസ്നെസ് എന്നൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന നീതിയെന്നും ആ ഒരു ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു ന്യായപ്രമാണം എന്താണോ നമ്മളിൽ ആവശ്യപ്പെടുന്നത് ആ കാര്യം, ആ ന്യായപ്രമാണത്തിന്റെ നീതി നമ്മുടെ ഉള്ളിൽ നമ്മളിൽ നിവൃത്തിയാകുന്ന ഒരു കാര്യമാണ് വായിക്കുന്നത്. അതാണ് നീതി പ്രവർത്തികൾ. കർത്താവിന്റെ അത് നീതി അങ്കി ഇമ്പ്യൂട്ടഡ് റൈച്ചസ്നെസ് ആണ് കർത്താവ് നമുക്ക് സൗജന്യമായിട്ട് തന്നിരിക്കുന്ന ഒരു കാര്യം. എന്നാൽ ഇതും സൗജന്യം തന്നെയാണ്. കർത്താവിന് ഈ കാന്തയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്നതാണ് ഈ വിശേഷ വസ്ത്രം. എന്നാൽ അവളത് അനുസരണയാൽ അവളത് നെയ്തെടുത്തു എന്ന് പറഞ്ഞാൽ അവള് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്ക് തന്നെ കീഴടക്കി അവള് സ്വന്തമായിട്ട് മെനഞ്ഞുണ്ടാക്കിയതല്ല, മറിച്ച് തന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്ക് ആത്മാവിനെ അനുസരിച്ച് നടക്കുവാനൊക്കെയാണ് അവളെ തന്നെ താഴ്ത്തി കൊടുത്തപ്പോൾ പരിശുദ്ധാത്മാവ് ആ ഇമ്പ്യൂട്ടഡ് ആയിട്ടുള്ള റൈച്ചസ്നെസ് ഇമ്പാർട്ടഡ് ആകുവാൻ തക്കവണ്ണം, കണക്കിടപ്പെട്ട നീതി നമ്മളുടെ ആത്മമനുഷ്യന്റെ ഭാഗമായി തീരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമുക്ക് ഒരു നീതി പ്രവൃത്തി, അതായത് നമ്മള് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയിൽ കർത്താവിനുള്ള സ്നേഹത്തില് പല കാര്യങ്ങൾ ചെയ്യുന്നു, ചിന്തിക്കുന്നു, പറയുന്നു, ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ അത് അതൊരു നീതി പ്രവൃത്തിയായിട്ട് അത് കർത്താവിന് മുമ്പാകെ
വിലയുള്ള ഒരു നീതി പ്രവൃത്തിയായിട്ട് അത് വിശേഷ വസ്ത്രമായിട്ട് മാറുന്നു എന്നുള്ളൊരു കാര്യം. നമ്മൾ എഫേസ്യർ 2:10 വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യം. എഫേസ്യർ 2:8 പറയുന്നത് എന്താ? നമ്മൾ ദാനമായിട്ട് ക്രിസ്തുവിന്റെ ദാനമായിട്ട് നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ എഫേസ്യർ 2:8 വാക്യം. എന്താ നമ്മളവിടെ വായിക്കുന്നത്? ഫോർ ബൈ ഗ്രേസ്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. ഇപ്പൊ രക്ഷിക്കപ്പെട്ടത് കർത്താവിന്റെ ദാനമാണ്. എന്നാൽ ആരും പ്രശംസയായിരിക്കുവാനും പ്രവൃത്തികളൊന്നും കാരണമല്ല. ഇപ്പം പ്രവൃത്തികൾ കാരണമല്ല നമ്മൾ രക്ഷിക്കപ്പെട്ടെ. എന്നാൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം എന്തുണ്ട്? കർത്താവ് നമുക്ക് വേണ്ടി പ്രവൃത്തികൾ മുൻ നിയമിച്ചിരിക്കുന്നു. അത് നമ്മൾ അതിന്റെ 10 വാക്യത്തിൽ നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു, നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. അപ്പം നമ്മളുടെ എന്തെങ്കിലും സ്വയനീതിയിലുള്ള പ്രവൃത്തികൾ കാരണമല്ല നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. കർത്താവിന്റെ കർത്താവ് നമുക്ക് വേണ്ടി കാൽവരി കുരിശിൽ യാഗമായി തീർന്നു. അത് നമ്മൾ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് വിശ്വസിച്ച് അത് നമ്മൾ രക്ഷിക്കപ്പെടുന്നു. കർത്താവിന്റെ ദാനമാണ് രക്ഷ. എന്നാൽ അതിനുശേഷം കർത്താവ് നമുക്ക് വേണ്ടി പല നീതി പ്രവൃത്തികൾ, സൽപ്രവൃത്തികൾ ഒരുക്കിയിട്ടുണ്ട്. അത് കർത്താവിനോട് കൂടി ചേർന്ന് നമ്മൾ നടക്കുമ്പോൾ പരിശുദ്ധാത്മ പ്രേരണയിൽ ദൈവം തന്നെ നമുക്ക് പല കാര്യങ്ങളും അതിനുള്ളൊരു പ്രേരണയും കാര്യങ്ങളും ഒക്കെ തരും. അപ്പം നമ്മൾ കർത്താവിന്റെ വചനം അനുസരിച്ചുകൊണ്ട് മുമ്പോട്ട് നടക്കുമ്പോൾ പല നീതി പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുവാൻ, ഒരു മണവാട്ടി വസ്ത്രമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുന്നു എന്നുള്ളൊരു കാര്യം. അതാ അതിന്റെ ഒരു ബാലൻസ്. ഏതെങ്കിലും ഒരു എക്സ്ട്രീമിലോട്ട് പോകുമ്പോൾ അതൊരു ദുരുപദേശമായി പോകുന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. എന്നാൽ ഈ നീതിയെങ്കി ഉണ്ട്, ഇനിയിപ്പം പ്രത്യേകിച്ച് വസ്ത്രമൊന്നും തുന്നേണ്ട കാര്യമൊന്നും ഇല്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നവര് അവസാനം എങ്ങനെ ആയിരിക്കും? നമ്മള് വെളിപ്പാട് 16:15 വാക്യം കേട്ടു. എന്താ? വസ്ത്രമില്ലാതെ ആയിരിക്കുന്നൊരവസ്ഥ. അവർക്ക് അവര് വസ്ത്രം കാക്കാതെ അവരെന്ത് ചെയ്തു? അവരുടെ ലജ്ജ വെളിവാകുമാറ് നടക്കുന്ന ഒരു കാര്യമാണ് നമ്മളവിടെ വെളിപാട് 16:15 നമ്മൾ വായിക്കുന്നത്. ഞാൻ കള്ളനെ പോലെ വരും, തന്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിക്കുവാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു നീതിയെങ്കിലും ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്ന ആ ഒരു മണവാട്ടി വസ്ത്രത്തിന്റെ ഓരോ സ്റ്റിച്ചുകളും ലെയറുകളും ഒക്കെ നമ്മളത് സൂക്ഷിച്ച് ജാഗരിച്ചും കൊള്ളണം. സൂക്ഷിച്ചു കൊള്ളുന്ന കാര്യം, കീപ്പിംഗ് ദ ക്ലോത്ത്സ്, ആ ഒരു ബെൽറ്റ് ഓഫ് റൈച്ചസ്നെസ് കൊണ്ട് നമ്മൾ വസ്ത്രം കീപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ഒരു സത്യമാകുന്ന അരക്കച്ച വെച്ച് വിശ്വസ്തയോടെ നമ്മളുടെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന നീതിയെങ്കിൽ മണവാട്ടി വസ്ത്രമൊക്കെ നമ്മൾ കാക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ നമ്മളത് കാക്കാതെ കർത്താവിന്റെ നീതിയെങ്കിൽ ഉണ്ടല്ലോ, ഇനിയിപ്പോ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല എന്നുള്ളൊരു ലാഘവത്തിൽ അങ്ങ് പോകുമ്പോൾ വസ്ത്രമില്ലാതെ കല്യാണത്തിനായിട്ട് വരുന്ന ഒരു മണവാട്ടി എങ്ങനെ ഇരിക്കും? അതുപോലെയുള്ള ഒരു ലജ്ജയായിരിക്കും അത്. അങ്ങനെ ഒരിക്കലും ഒരിക്കലും മണവാട്ടിയായിട്ട് മാറുന്നില്ല എന്നുള്ളൊരു കാര്യം നമ്മളോട് വായിക്കുന്നത്. അവിടാണ് ബാബിലോണിന്റെ വഞ്ചനാധർമ്മത്തിന്റെ മർമ്മം എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മളത് 5 പുസ്തകത്തിൽ നമ്മളത് കണ്ടു. യെശയ്യാവ് 64:6 നമ്മൾ കണ്ടു. കറപുരണ്ട തുണി പോലെയാണ് നമ്മുടെ സ്വയനീതിയിലുള്ള പ്രവൃത്തികൾ. എന്നാൽ കർത്താവിന്റെ പ്രമാണങ്ങള് നമ്മളുടെ ഹൃദയത്തിൽ ദൈവം എഴുതുന്ന ഒരു പ്രവൃത്തിയാണ് കർത്താവിന്റെ വിശേഷ വസ്ത്രം എന്ന് പറയുന്നത്. നമ്മൾ എബ്രായർ 8:10 വാക്യം നമ്മളവിടെ വായിച്ചായിരുന്നു. എബ്രായർ 8:10 നമുക്ക് പരിചയമുണ്ടോ? അവിടെ എന്താ നമ്മൾ വായിക്കുന്നത്? അവിടെ പുതിയ നിയമത്തിന്റെ കണ്ടീഷൻസ്, വ്യവസ്ഥകളെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. എബ്രായർ 8 അവിടെ അതിന്റെ 11 വാക്യത്തില് അതിന്റെ 12 വാക്യത്തില് നമ്മളുടെ പാപങ്ങളെ ഓർക്കാതെ വണ്ണം കർത്താവ് നമ്മളോട് കരുണയുള്ളവനായിരിക്കും എന്നുള്ള കാര്യം ഇബ്രായർ 8:12 നമ്മൾ വായിക്കുന്നു. നമ്മളെല്ലാവരും കർത്താവിനെ അറിയുന്ന ഒരു കാര്യം വായിക്കുന്നു. അതിന്റെ 10 വാക്യത്തില് കർത്താവ് നമ്മളുടെ ഹൃദയത്തില് കർത്താവിന്റെ ന്യായപ്രമാണം എഴുതുന്ന ഒരു കാര്യം നമ്മളവിടെ വായിക്കുന്നത്. ഹൃദയത്തിലും മനസ്സിലും എഴുതുന്ന കാര്യം നമ്മളവിടെ വായിക്കുന്നത്. ഇബ്രായർ 8:10 വാക്യം, ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും, ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനവുമായിരിക്കും. എന്ന് പറഞ്ഞാല് നമ്മൾ ആ വചനം, പല വചനങ്ങൾ നമ്മൾ വായിക്കുന്നു, ധ്യാനിക്കുന്നു. അത് നമ്മൾ അനുസരിക്കുമ്പോൾ, ആ വചനം നമ്മൾ അനുസരിക്കുമ്പോൾ നമ്മൾ ഒന്നിനെ കുറിച്ച് ആകുലപ്പെടരുത്, അല്ലെങ്കിൽ നമ്മൾ മോഹത്തെ ജയിക്കുന്നു, അല്ലെങ്കിൽ കോപത്തെ ജയിക്കുന്നു, അല്ലെങ്കിൽ നമ്മള് കയ്പിനെ അല്ലെങ്കിൽ മറ്റുള്ളവരെ വിധിക്കുന്ന ആ ഒരു മനോഭാവത്തെ നമ്മൾ ഓരോ തവണ ജയിക്കുമ്പോഴും ആ വചനം നമ്മളുടെ ഉള്ളത്തില് കർത്താവ് എഴുതുക. നമ്മൾ ആ ന്യായപ്രമാണം നമ്മുടെ ഉള്ളത്തിൽ, നമ്മുടെ ഹൃദയത്തില്, നമ്മുടെ മനസ്സിൽ എഴുതുന്നു എന്ന് പറഞ്ഞാൽ നമുക്കത് അനുസരിക്കാനുള്ള ഒരു ആഗ്രഹം ദൈവം നമുക്ക് തരുന്നു. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ആത്മാവിൽ എഴുതുന്നു എന്ന് പറഞ്ഞാൽ നമ്മളുടെ
ആ വചനം നമ്മൾ ജഡമായി തീരുന്നു, യേശുവിൽ വചനം ജഡമായി തീർന്നു എന്ന് നമ്മൾ യുനോ യോഹനം 1:14 വായിക്കുന്ന പോലെ ആ വചനം നമ്മളുടെ ആത്മശരീരം ആത്മാവിന്റെ ഭാഗമായിട്ടായി തീരുന്നു എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു അനുഭവമായി തീരുന്നു. എപ്പോഴും കർത്താവായിട്ട് സന്തോഷിക്കൂ എന്ന് പറയുമ്പോൾ ആ ഒരു സന്തോഷം അതൊരു വചനം മാത്രമല്ല, ആ വചനം എന്നിൽ ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ സന്തോഷിക്കും, അവിടുത്തെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയുണ്ടെന്ന് സങ്കീർത്തനം 16:11 വായിക്കുമ്പോൾ അത് കർത്താവിന്റെ സന്നിധിയിലുള്ള സന്തോഷപൂർണ്ണത ഞാൻ അനുഭവിക്കുമ്പോൾ അത് ആ വചനം എന്നിലൊരു ജസ്റ്റ് ഒരു കോട്ട് ചെയ്യാനുള്ള ഒരു വാക്യം മാത്രമല്ല, മറിച്ച് അതിന്റെ ഒരു അനുഭവമായിട്ട് മാറുന്നു. കർത്താവിന്റെ സന്നിധിയിലൊരു സന്തോഷത്തിന് പൂർണ്ണതയുണ്ട്, ഒരു സ്വസ്ഥതയുണ്ട്, ഇനി നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകേണ്ടതിനെന്ന് വായിക്കുമ്പോൾ കർത്താവിൽ നമ്മൾ സമാധാനം അനുഭവിക്കുമ്പോൾ ആ വചനം നമ്മൾ കർത്താവ് എഴുതുകയോ ചെയ്യുന്നത്. അപ്പൊ ആ കർത്താവിന്റെ സ്വർഗീയ അനുഗ്രഹങ്ങളും നീതിയും നമുക്ക് കണക്കിടപ്പെട്ടത് നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ അനുഭവിക്കുന്നു. ആ കണക്കിടപ്പെട്ടത് നമ്മൾക്ക് അത് പകരപ്പെടുന്നു, ഇമ്പ്യൂട്ടഡ് ആയിരിക്കുന്നത് നമുക്ക് ഇമ്പാർട്ടഡ് ആകുന്നു. ആ ഒരു കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. പിന്നെ 45-ാം സങ്കീർത്തനത്തിലെ കാര്യം കൂടെ വായിച്ച് നമുക്ക് കൺക്ലൂഡ് ചെയ്യാവുന്ന. 45-ാം സങ്കീർത്തനത്തിലെ കാന്തയുടെ സങ്കീർത്തനം ആണ് 45-ാം സങ്കീർത്തനം. അതില് അവിടെ കാന്തനെ കുറിച്ച് 7-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മളിപ്പം വായിച്ചു. 45-ാം സങ്കീർത്തനത്തിന്റെ 7-ാമത്തെ വാക്യത്തില് ആ 7-ാമത്തെ വാക്യമാണ് എവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. എബ്രായർ 1:9 യേശുവിനെ കുറിച്ച് കോട്ട് ചെയ്തതായിട്ട് നമ്മൾ അവിടെ കാണുന്നുണ്ട്. 45-ാം സങ്കീർത്തനത്തിന്റെ 7-ാമത്തെ വാക്യം, നീ നീതിയെ, അവിടെ മണവാളിനെ കുറിച്ച് രാജാവിനെ കുറിച്ച് പറയുക, നമ്മുടെ യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. നീ നീതിയെ ഇഷ്ടപ്പെട്ടും ദുഷ്ടതയെ ദ്വേഷിക്കുന്നു. നീതിയെ, സ്വർഗീയമായ ദൈവത്തിന്റെ സ്വഭാവം, നീതിയെ ഇഷ്ടപ്പെട്ടു ദുഷ്ടതയെ, അത് നീതി അല്ലാത്തതിനെ, അതായത് ദുഷ്ടതയെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വഭാവത്തിന് ചേരാത്തതായിട്ടുള്ളതിനെ ദ്വേഷിക്കുന്നു. അതുകൊണ്ട് ദൈവം, പിതാവായ ദൈവം, നിന്റെ ദൈവം തന്നെ നിന്നെ കൂട്ടുകാരിൽ പരമായിട്ട് നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. മറ്റുള്ളവരെക്കാട്ടിലെല്ലാം അധികമായിട്ട് യേശുവിന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അളവില്ലാതെ കിട്ടാൻ കാരണം എന്താ? യേശു തൃത്വത്തിൽ രണ്ടാമനായതുകൊണ്ടല്ല, മറിച്ച് യേശു പരിശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്ക് തന്നെ അതുപോലെ കീഴടക്കി കൊടുത്തു. പരിശുദ്ധാത്മാവ് എപ്പോഴും പിതാവിന്റെ ആ നീതിയെ സ്നേഹിക്കുവാനും അതിന് ചേരാത്തതായിട്ടുള്ള ദൈവത്തിന്റെ വിശുദ്ധിക്ക് ചേരാത്തതായിട്ടുള്ള എല്ലാ കാര്യത്തെയും ദ്വേഷിക്കുവാനുള്ള ഒരു പ്രേരണ പരിശുദ്ധാത്മ എപ്പോഴും കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. കർത്താവ് ആ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്ക് അതുപോലെ കീഴടങ്ങി കർത്താവ് നീതിയെ സ്നേഹിക്കുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തു. എന്തെങ്കിലും കള്ളത്തരവോ കാപട്യോ അശുദ്ധിയോ നികളവോ എല്ലാ കാര്യത്തെ അങ്ങനെ ദുഷ്ടതയെ ദ്വേഷിക്കുകയും പിതാവിന്റെ ആ ഒരു താഴ്മയും സൗമ്യതയും നിസ്വാർത്ഥതയും ആ കാര്യങ്ങളെ സ്നേഹിക്കുകയും ചെയ്ത്, അപ്പൊ അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ അളവില്ലാതെ ആനന്ദതൈലം കൊണ്ട്, അതായത് ഓയിൽ ഓഫ് ഗ്ലാഡ്നസ്, കർത്താവ് ദുഃഖപുത്രൻ, വ്യസനപാത്രം എന്നാണ്, മാൻ ഓഫ് സോറസ് എന്നാണ് യെശയ്യാവ് 53:3 നമ്മൾ വായിക്കുന്നത്. ഒത്തിരി ദുഃഖങ്ങളിലൂടെ എല്ലാത്തിലും നമ്മെ പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ട് രോഗം ശീലിച്ചവനായിട്ട് അങ്ങനെ കർത്താവിന്റെ ജീവിതത്തിൽ അതുപോലെ ഉള്ള പരീക്ഷകളിലൂടെ പ്രതിസന്ധികളിലൂടെ പിതാവ് കടത്തിവിട്ടു. എന്നാൽ അതിലൂടെ എല്ലാം പോകുമ്പോഴും പരിശുദ്ധാത്മാവിന്റെ അളവില്ലാത്ത നിറവിലെ ഒരു ആനന്ദ തൈലത്താല് കർത്താവ് ആനന്ദ തൈലത്തിൽ അഭിഷിക്തനായിട്ട് എപ്പോഴും വലിയൊരു സന്തോഷത്തോടെ കർത്താവിന്റെ അടുക്കിലേക്ക് വരുന്നവർക്കെല്ലാം ഒരു സന്തോഷവും ഉത്സാഹവും ആശ്വാസവും ബലവും പ്രോത്സാഹനവും ഒരു അഭിനന്ദനവും ഒക്കെ കിട്ടത്തക്കവണ്ണം കർത്താവ് ആനന്ദ തൈലത്താൽ അഭിഷിക്തനായിരുന്നു എന്ന് ചില കാര്യങ്ങൾ കാർക്കശ്യത്തോടെ പറയേണ്ട അടുത്ത കർത്താവ് കാർക്കശ്യത്തോടെ തന്നെ പറയുകയും ശാസിക്കുകയും തിരുത്തുകയും ഒക്കെ ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നു. അപ്പൊ അങ്ങനെ 45-ാം സങ്കീർത്തനത്തിന്റെ 7-ാമത്തെ വാക്യം നമ്മളവിടെ വായിച്ച കാന്തയുടെ വേഷം ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രമാണ്. ഇവരുടെ ലാളിത്യവും ഇത് ഫൈൻ ലിനൻ ഗാർമെന്റ്സ് നമ്മൾ വായിക്കുന്നത്. എന്നാ നമ്മള് വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൽ ബാബിലോണിന്റെ വസ്ത്രം എന്താ? സ്കാർലറ്റ് ആൻഡ് പേർപ്പിൾ എന്നൊക്കെ നമ്മൾ വായിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ റോമൻ കത്തോലിക്ക സഭയുടെ കർദിനാൾ അവരുടെയൊക്കെ ഓരോ ഈ എന്താണ് സ്ഥാനാരോഹണോ അതുപോലെയൊക്കെയുള്ള ഓരോ ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ അതിന്റെ പത്രങ്ങളൊക്കെ യൂട്യൂബിലും പത്രമാധ്യമങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവരുടെ വസ്ത്രങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് സ്കാർലറ്റ് ആൻഡ് പേർപ്പിൾ, നേരെ വചനത്തിന് സ്കാർലറ്റ് ആൻഡ് പേർപ്പിൾ അങ്ങനെ ചുവപ്പും ചെഞ്ചുവപ്പായിട്ടുള്ള സ്കാർലറ്റ്, അതിന് അവര് രക്തസാക്ഷി വേറൊരു ഇന്റർപ്രിട്ടേഷൻ ഒക്കെ പറയുന്നത്. പക്ഷെ അങ്ങനെയൊക്കെയുള്ള സ്കാർലറ്റും പേർപ്പിളും ഡ്രസ്സും ഒക്കെയാണ് പാരമ്പര്യ സഭകളിലും പലയിടങ്ങളിലും വലിയ ഫാൻസി ഡ്രസ്സ് മാതിരി ഇട്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ അവിടെ വായിക്കുന്നത്. അത് ബാബിലോണിന്റെ വേഷവിധാനമായിട്ടാണ് നമ്മളത് വെളിപ്പാട് 18-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. എന്നാൽ കാന്തയുടെ വസ്ത്രം ശുദ്ധവും ശുഭ്രവും നമ്മൾ വായിക്കുമ്പം അത് ശുദ്ധവും ശുഭ്രവുമായിട്ടുള്ള ഫൈൻ ലിനൻ എന്ന് നമ്മളവിടെ വായിക്കുന്നത്. വിശേഷ വസ്ത്രം ഇംഗ്ലീഷില് അത് ഇൻ ഫൈൻ ലിനൻ നമ്മൾ വായിക്കുന്നുണ്ട്, ബ്രൈറ്റ് ആൻഡ് ക്ലീൻ.
വിശേഷ വസ്ത്രം ധരിക്കാൻ കൃപ ലഭിച്ചു. വിശേഷ ഫൈൻ ലിനൻ എന്നുള്ള ആ ഒരു കാര്യം എന്തിനെ സൂചിപ്പിക്കുന്നു പറഞ്ഞാല് യെഹെസ്കേൽ 44:18 വാക്യമൊക്കെ നമ്മൾ വായിച്ചായിരുന്നു. സാധോക്ക് പുത്രന്മാര് അവര് ലിനൻ ഗാർമെന്റ്സ് ആണ് അവര് മുമ്പാകെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ധരിക്കേണ്ടതെന്ന് പറയുന്നത് അവിടെ യെഹെസ്കേൽ 44:18 വേർപ്പ് ഉണ്ടാക്കുന്ന ഒന്നും ധരിക്കരുത്. അതുകൊണ്ട് ശണവസ്ത്രങ്ങൾ ധരിക്കുവാന് അവരോട് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാല് വേർപ്പ് ആദാമിന് മേലേറ്റ ശാപത്തിന്റെ ഒരു കാര്യമാണ് വേർപ്പ് എന്ന് പറയുന്നത്. ഒരു സ്വയത്തിൽ അധ്വാനത്തിന്റെ കാര്യമാണ് വേർപ്പ്. എന്നാൽ ഇത് ഫൈൻ ലെനൻ ആണെന്ന് പറയുമ്പോൾ യെഹെസ്കേൽ 44:18 നമ്മളത് വായിക്കുന്നത് അവരുടെ തലയിൽ ശണം കൊണ്ടുള്ള തലപ്പാവും അരയിൽ ശണം കൊണ്ടുള്ള കാൽക്കുപ്പായവും ഉണ്ടായിരിക്കണം. വിയർപ്പുണ്ടാക്കുന്ന യാതൊന്നും അവർ ധരിക്കരുത്. അതായത് സ്വയധ്വാനം, വിയർപ്പ് അതെല്ലാം ശാപത്തിന്റെ ഭാഗമാണ്. എന്നാൽ ഇത് ദൈവമുമ്പാകെയുള്ള ഒരു സ്വസ്ഥതയോടെ ഉള്ള ഒരു ശുശ്രൂഷയാണ്. അപ്പോ മണവാട്ടി വസ്ത്രം അതുപോലെയുള്ള ഒരു കാര്യമാണെന്നുള്ള കാര്യം നമ്മളിവിടെ വായിക്കുന്നത്. ഇപ്പൊ മണവാട്ടിയുടെ ആ ഒരു ഗോഡി പോംപസ് ഷോയും സിമ്പിൾ ആയിട്ടുള്ള ആ ഒരു ബാബിലോണിന്റെ ഗോഡി പോംപസ് ഷോയും മണവാട്ടിയുടെ സിമ്പിൾ ആയിട്ടുള്ള ആ ഒരു സിംപ്ലിസിറ്റി, ഒരു ലാളിത്യം, മറ്റുള്ളവരുടെ മുമ്പിൽ കോൺസ്പിക്വസ് ആയിട്ട് വസ്ത്രധാരണത്തിലൂടെ ഇങ്ങനെ ഒരു മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ഷോ ഓഫ് കാണിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ, അതൊക്കെ ബാബിലോണിന്റെ ആത്മാവ് നമ്മളെ തന്നെ ഉയർത്തി നമ്മളെ പല രീതിയിലുള്ള വേഷവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് തല ഹെയർ ഡൂ അതുപോലുള്ള കാര്യങ്ങൾ, വേറെ പലതരത്തിലുള്ള ഒരു വേഷവിധാനങ്ങളൊക്കെ ആയിട്ട് സർവാഭരണ വിഭൂഷിതയായിട്ട് അതൊക്കെ അത് ബാബിലോണിന്റെ ആത്മാവാണ് അതെല്ലാം. എന്നാൽ സിമ്പിളായിട്ടുള്ള ഒരു കുലീനവും മോഡസ്റ്റ് ആയിട്ടുള്ള കുലീനമായിട്ടുള്ള വസ്ത്രം ധരിക്കണം. സൗകര്യമായെ കുറിച്ച് അവിടെ 1 തിമോഥെയോസ് 2:9 മുതലും 1 പത്രോസ് 3:4 വാക്യങ്ങളിലും എല്ലാം നമ്മൾ അതാ വായിക്കുന്നത്. സൗമ്യതയും സാവധാനതയുള്ള ആത്മാവ്, അതാണ് കാന്തയ്ക്ക് ആഭരണമായിട്ട് തീരുന്ന ഒരു കാര്യം. നമ്മള് സങ്കീർത്തനം 45 സങ്കീർത്തനത്തിന്റെ 7ാമത്തെ വാക്യം നമ്മളിപ്പോൾ വായിച്ചു. അപ്പം മണവാളിന് അതാണ് ആഗ്രഹിക്കുന്നത്. മണവാട്ടി എങ്ങനെയുള്ളവളാണെന്ന് അവിടെ 45 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 45 സങ്കീർത്തനത്തിന്റെ അതിന്റെ 13ാമത്തെ വാക്യത്തില് എന്താ നമ്മൾ വായിക്കുന്നേ? അന്തപുരത്തിലെ രാജകുമാരി ശോഭാപരിപൂർണയാകുന്നു എന്നുള്ളത് ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതുന്നത്? ഷീസ് ഓൾ ദ കിങ്സ് ഡോട്ടർ ഈസ് ഓൾ ഗ്ലോറിയസ് വിത്തിൻ എന്ന് പറഞ്ഞാല് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന രാജകുമാരി അന്തരംഗത്തിൽ ശോഭ പരിപൂർണയാകുന്നു. മലയാളത്തിൽ അത് അന്തപുരത്തിലെ രാജകുമാരി എന്ന് അങ്ങ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന രാജകുമാരി അന്തരംഗത്തിൽ ഉള്ളത്തില് ശോഭാപരിപൂർണയാകുന്നു. ഉള്ളത്തിലുള്ള ഒരു ആത്മാവിലുള്ള സൗന്ദര്യ സാവധാനതയുള്ള ഒരു ആത്മാവ്, സൗന്ദര്യ സാവധാനതയുള്ള മനസ്സെന്ന മലയാളം ബൈബിളിലെ സത്യവേദ പുസ്തകത്തിൽ തെറ്റായിട്ട് പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന ന്യൂമ എന്നുള്ള പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്ന സൗന്ദര്യ സാവധാനതയുള്ള ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ വരുന്ന ഒരു സൗന്ദര്യവും സാവധാനതയുള്ള ക്രിസ്തുവിന്റെ ജീവൻ, അതാണ് ആന്തരിക വസ്ത്രം. അവളെയാണ് രാജസന്നിധിയിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് 14ാമത്തെ വാക്യം സങ്കീർത്തനം 45:14 അവളെ ചിത്രത്തയിലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. അങ്ങനെ അകമേ ശോഭാപരിപൂർണയാകുന്ന, അന്തരംഗത്തിൽ ശോഭാപരിപൂർണയായിരിക്കുന്നവളാണ് രാജാവിന്റെ മുന്നിൽ രാജസന്നിധിയിലേക്ക്, എസ്തർ രാജസന്നിധിയിലേക്ക് കൊണ്ടുവരപ്പെട്ടതുപോലെ ആ മണവാട്ടി രാജസന്നിധിയിലേക്ക് കൊണ്ടുവരപ്പെടുന്ന ഒരു കാര്യം നമ്മൾ അവിടെ വായിക്കുന്നത്. അത് യഥാർത്ഥത്തില് ഈ 45 സങ്കീർത്തനത്തിലെ ആ ഒരു കാര്യം നമ്മളിപ്പോ ഈ 13-14 വാക്യങ്ങളിലൊക്കെ വായിച്ച 45 സങ്കീർത്തനത്തിലെ കാര്യം യഥാർത്ഥത്തില് മണവാട്ടിയിലാണ് അത് ഫുൾഫിൽഡ് ആകുന്നത് എന്നുള്ളൊരു കാര്യം. അപ്പൊ നമ്മളിപ്പം ആ 19ാം അധ്യായത്തിന് 8ാമത്തെ വാക്യം നമ്മൾ ഇത്രയും നേരം കണ്ടത് ശുദ്ധവും ശുഭ്രവുമായിട്ടുള്ള ഒരു വിശേഷ വസ്ത്രം, ആ ഒരു പ്രൂവ്ഡ് ആയിട്ടുള്ള അവളുടെ വചനത്തിനെല്ലാം വിധേയപ്പെട്ട് ക്ലീൻ ആയിട്ടുള്ള കഥാവിന് ചേരാത്തതായിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രൂവ്ഡ് ആയിട്ട് കട്ടവയായി പോയി, അങ്ങനെയുള്ള പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ശുദ്ധവും ശുഭ്രമായിട്ടുള്ള വിശേഷ വസ്ത്രം ധരിക്കുവാനുള്ള കൃപ, വിശേഷ വസ്ത്രം അവർക്ക് കൊടുക്കപ്പെട്ടിരിക്കുന്നു. അത് ഫൈൻ ലിനൻ ഗാർമെന്റ്സ് ആണ്. അത് വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികളാണ്. സ്വയത്തിലുള്ള പ്രവൃത്തികൾ കറവരേണ്ട തുണിയാണെങ്കിൽ ഇത് നമ്മള് കർത്താവിന്റെ സ്നേഹത്തിന് പ്രേരണയാൽ ചെയ്യുന്ന കാര്യങ്ങൾ അത് വിശേഷ വസ്ത്രമായിട്ട് മാറും. അങ്ങനെ വിശേഷ വസ്ത്രം ഉള്ളവരാണ് അന്ന് കാന്തയായിട്ട് തീരുന്നത്. എന്നാൽ മിനിമം ഗ്യാരണ്ടി പോലെ മിനിമം അജണ്ടയായിട്ട് അവര് വിശ്വാസത്തിൽ അങ്ങ് നിലനിന്നു മിനിമം അജണ്ടയായിട്ട് കർത്താവിന്റെ നീതിയെങ്കിൽ മാത്രമായിട്ട് നിൽക്കുന്നവര് കർത്താവിന്റെ കല്യാണത്തിന് വിലക്കപ്പെട്ടവരായിട്ട് ആയിത്തീരുന്ന കാര്യം അതിന്റെ 9ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അത് നമ്മൾ അടുത്ത ആഴ്ച നമ്മൾ വായിക്കുമല്ലോ. നമുക്ക് കർത്താവിന്റെ മുമ്പാകെ നമ്മളെ തന്നെ താഴ്ത്തി കേട്ട വചനത്തിന് നമ്മളെ തന്നെ സമ്പൂർണ്ണമായിട്ടും വിധേയപ്പെടുത്തുവാൻ കർത്താവെ
അവിടുന്ന് എൻ്റെ ഹൃദയത്തിൽ തിരുവള്ളം ഉണ്ടായിട്ട് ഇച്ഛിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിനോട് പൂർണ്ണമായിട്ടും പ്രതികരിച്ച് കർത്താവെ അതിനോട് കോപ്പറേറ്റ് ചെയ്യുവാൻ, സഹകരിക്കുവാൻ, അങ്ങനെ ഒരുങ്ങപ്പെടുവാൻ, അങ്ങനെ വിശേഷ വസ്ത്രം ഓരോ ദിവസവും തുന്നുവാൻ എന്നെ സഹായിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥനയോട് നമുക്ക് കർത്താവിനെ നോക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, സഹായിക്കണമേ കർത്താവെ, ഞങ്ങളെയും സഹായിക്കണം കർത്താവെ. അവിടുന്നാണ് എല്ലാം ചെയ്യുന്നത് കർത്താവെ. അവിടുന്നാണ് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനും. കർത്താവെ, അവിടുന്നാണ് കർത്താവെ ഞങ്ങളില്ല ഈ ഒരു നീതി ഞങ്ങൾ കണക്കിട്ടത്. ആ നീതി ഞങ്ങൾക്ക് ഞങ്ങളുടെ ആത്മാവിലേക്ക് പകരുവാൻ തക്കവണ്ണം കർത്താവിന്റെ സ്വഭാവം ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട്, അനുഭവമായിട്ട്, വെളിപ്പാടായിട്ട്, അനുസരണമായിട്ട് പ്രായോഗിക ജീവിതത്തിലാകത്തക്കവണ്ണം കർത്താവെ ആ മണവാട്ടി വസ്ത്രത്തിന് ഓരോ തുന്നിലിടുവാന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് ഞങ്ങള് മണവാട്ടി വസ്ത്രം തുന്നാതെ ഞങ്ങള് അലസരായിട്ട് ഞങ്ങളുടെ ജഡത്തിനനുസരിച്ച് ഞങ്ങൾ നടക്കുവാണെങ്കിൽ കർത്താവെ ആ നീതി, ന്യായപ്രമാണത്തിന്റെ നീതി ഞങ്ങളിൽ നിവൃത്തിയാകാതെ അന്ന് കല്യാണ നാളിൽ കർത്താവെ വസ്ത്രമില്ലാത്തവരായിട്ട് കർത്താവെ കർത്താവെ പുറന്തള്ളപ്പെടുകയോ അല്ലെങ്കിൽ കർത്താവെ അറ്റ്ലീസ്റ്റ് നീതി അങ്കി മാത്രമായിട്ട് ഞങ്ങള് കർത്താവെ 60 മേനിയും 30 മേനിയും ഫലം കായ്ക്കുന്നവരെ പോലെ കർത്താവെ കല്യാണ സദ്യക്ക് വിളിക്കപ്പെട്ടവരുടെ കാറ്റഗറിയിലായി പോകുന്ന എത്ര ഒരു ദൗർഭാഗ്യകരമായ കാര്യമാണ് കർത്താവെ. അത് ഞങ്ങൾ ആരും ഇടയാകരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോ ദിവസവും അവിടുത്തെ പ്രേരണയ്ക്ക് അനുസരിച്ച് കർത്താവെ ഞങ്ങള് ഈ കല്യാണ വസ്ത്രം തുന്നുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ചിന്തകളിലാവട്ടെ, ഞങ്ങളുടെ മനോഭാവങ്ങളിലാവട്ടെ കർത്താവെ, ഞങ്ങളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ഒക്കെ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്ക് അനുസരിച്ച് മുമ്പോട്ട് പോകാന്, അങ്ങനെ കർത്താവെ പരിശുദ്ധാത്മാവ് ആണ് കർത്താവെ ഞങ്ങളില് കർത്താവെ ഈ ഒരു ഞങ്ങളുടെ ആത്മാവിന്റെ അലങ്കാരമായിട്ടുള്ള ഈ ഒരു മണവാട്ടി വസ്ത്രം തുന്നി തരുന്നത് കർത്താവെ. പരിശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്ക് അതുപോലെ കീഴടങ്ങി ഞങ്ങള് ചിന്തിക്കുവാനും കർത്താവെ കാര്യങ്ങളെ നോക്കി കാണുവാനും, ഞങ്ങളുടെ ഉദ്ദേശങ്ങളില്, ഞങ്ങളുടെ മോട്ടീവ്സ്, ഞങ്ങൾ എന്ത് കാര്യത്തിലെല്ലാം ചെയ്യുന്നു കർത്താവെ, ഞങ്ങളുടെ ചിന്താജീവിതം, കർത്താവെ ഞങ്ങളുടെ മനോഭാവങ്ങള്, ഞങ്ങളുടെ പ്രവൃത്തികള്, വാക്കുകളെല്ലാം കർത്താവെ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയില് അങ്ങനെ മണവാട്ടി വസ്ത്രം തുന്നുന്നവരായിട്ട് വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികള് കർത്താവെ അന്ന് മണവാട്ടി വസ്ത്രമായിട്ട് വെളിപ്പെടുമ്പോൾ ഞങ്ങളുടെ ജീവിതം കൊണ്ടും കർത്താവെ, ഞങ്ങളുടെ എളിയ ജീവിതം കൊണ്ടും വിശേഷ വസ്ത്രം തുന്നുവാന് കർത്താവെ അവിടുന്ന് തരുന്ന അവസരങ്ങൾ പാഴാക്കാതിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഒരു വെളിപ്പാടായിട്ടാക്കി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ഒരു തിയറി ആയിട്ട് എന്തെങ്കിലും പഠിച്ചു വെക്കാനല്ല, മറിച്ച് ഞങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ കർത്താവെ വിശേഷ വസ്ത്രം തുന്നുന്നവരായിട്ട് അങ്ങ് ഞങ്ങൾക്ക് മുന്നമേ ഒരുക്കിയിരിക്കുന്ന സൽപ്രവൃത്തികളൊക്കെ കർത്താവെ ചെയ്തെടുക്കുന്നവരായിട്ട് ചെയ്തു പോരുവാൻ അങ്ങയോട് കൂടി ചേർന്ന് നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഹായിക്കണം കർത്താവെ, സഹായിക്കണം. ഞങ്ങൾ എത്ര അശക്തരാണ്. ഞങ്ങളിലെ യാതൊരു നന്മയില്ല കർത്താവെ. ഞങ്ങള് ആത്മാവിലെ ദാരിദ്ര്യത്തോടെ അങ്ങയോട് പറ്റിച്ചേരുന്നു. അവിടുന്ന് തന്നെ കർത്താവെ ഞങ്ങളിലൂടെ ഇത് തുന്നിയെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അന്ന് ലജ്ജിക്കുവാനിട വരുതെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തിരുമുഖതയെ ഞങ്ങൾ നോക്കുന്നു. ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. ഞങ്ങളെ ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് ഒരുക്കിയാട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് വലിയൊരു രൂപാന്തരവും വലിയൊരു കർത്താവ് ഉത്സാഹവും ആക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ യേശു കർത്താവിന് വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമേൻ.